السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. اللهم നമ്മെ കബൂലാക്കുമാറാവട്ടെ. അവൻ്റെ മാർഗത്തിൽ ദീർഘകാലം ചരിക്കാനും അല്ലാഹു ഇഷ്ടപ്പെടുന്നത് മാത്രം പ്രവർത്തിക്കാനും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഷെയ്ഖ് റിഫായി തങ്ങളുടെ ദാർശനിക ജീവിതത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനുള്ളത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ജീലാനി ഷെയ്ഖിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അക്താബുകളുടെ കുത്തുബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഷെയ്ഖ് ജീലാനി തങ്ങളുടെ കാലത്ത് തന്നെ ജീവിച്ച വലിയ മഹാനാണ് റിഫായി ഷെയ്ഖ് തങ്ങൾ. അവിടുന്ന് ജനനം മുതൽ തന്നെയും വ്യത്യസ്തനായിരുന്നു എന്ന് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. ദീർഘമായി ഈ മഹാനുഭാവന്റെ ചരിത്രം പറയുക എന്നതിനപ്പുറം അവിടുത്തെ ജീവിതത്തിന്റെ ദാർശനിക പാഠങ്ങളെ പ്രതിനിധീകരിക്കാനാണ് ഞാൻ കൂടുതലായി ആഗ്രഹിക്കുന്നത്. ജനിക്കുന്ന സമയം മുതൽ വ്യത്യസ്തനായിരുന്നു. അതിൻ്റെ മുന്നേ തന്നെയും തൻ്റെ മാതാവിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. സയന്റിഫിക്കായി ഇന്നതൊക്കെ സാധ്യമാണ്. കുട്ടികൾ ഗർഭാശയം, ഗർഭകാലം തുടക്കം മുതൽ തന്നെ കാര്യങ്ങളൊക്കെ അറിയുന്നതും മാതാപിതാക്കളുടെ സംസാരവും അവരുടെ വികാര വിചാരങ്ങളൊക്കെ മനസ്സിലാക്കുന്നതൊക്കെ ഇന്ന് നമ്മുടെ മുമ്പിൽ വൈജ്ഞാനികമായി തെളിയിക്കപ്പെട്ടതാണ്. ഉമ്മനരാകുന്ന ഷെയ്ഖ് റിഫായി തങ്ങൾ തൻ്റെ പേര് ഉമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ശക്തമായ ശൃംഖല വഴി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. പിന്നീടുള്ള തൻ്റെ ജീവിതം ആത്മീയമായി വളരെ ഔന്നത്യത്തിലൂടെയാണ് കൊണ്ടുപോയത്. മുമ്പൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കേവലം ഗോഷ്ഠികൾ പ്രകടിപ്പിക്കലായിരുന്നില്ല ഷെയ്ഖ് റിഫായി തങ്ങളുടെ ജീവിതം. നേരെ മറിച്ച് വിജ്ഞാനത്തിൽ വലിയ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ ആ ഒരു ലെവലിലേക്ക് മഹാനുഭാവൻ കടന്നു വന്നു എന്നതാണ് വളരെ പ്രാധാന്യത്തോടെ നമ്മൾ ശ്രദ്ധിക്കുന്നത്. മുജ്തഹിദുകളുടെ പണ്ഡിതന്മാർ എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ഇൽമിന്റെ ആഴത്തെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് അതിന് അനവധി കിതാബുകൾ വേണ്ടി വരും, അനവധി പ്രഭാഷണങ്ങളും വേണ്ടി വരും. നിരവധിയായ കിതാബുകളിൽ അത് രേഖപ്പെടുത്തിയതുമാണ് നമ്മുടെ ഉസൂലിന്റെ കിതാബുകളിലൊക്കെ. ആ ഒരു തലത്തിലേക്ക് വൈജ്ഞാനികമായി ഉയർന്നു വന്നു. ഇതാണ് എല്ലാ ഷെയ്ഖുമാരുടെയും ജീവിതത്തിൽ നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കുറെ കാലം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പിന്നെ കുറച്ചു കാലം എവിടെയോ പോയി ജോലിയൊക്കെ ചെയ്തു. അതൊന്നും സക്സസ് ആവാതെ വന്നപ്പോ മടങ്ങി വന്ന് വലിയൊരു ഷെയ്ഖായി മാറി എന്നതാണ് ഇന്ന് കാണുന്ന അനുഭവം. നമ്മുടെ അടുത്ത കാലത്തൊക്കെ ജീവിച്ച യഥാർത്ഥ ഷെയ്ഖുമാരെ കുറിച്ച് ആലോചിച്ച് നോക്കും. വലിയ പണ്ഡിതന്മാരെ. ഇപ്പൊ CM വലിയുള്ളായി കുറേ കാലം ദർശനം, നിരവധിയായ ശിഷ്യന്മാരെ വാർത്തെടുത്തു. പിന്നെ തന്റെ ആത്മീകമായ പ്രഭാവവും ദർസിന്റെ ബാധ്യതയും ഒത്തു കൊണ്ടുപോവാനാവാത്ത ഒരു തോന്നലിലാണ് ദർസ് നിർത്തുന്നതും പൂർണ്ണമായ രീതിയിൽ ആത്മീകമായ വഴിയിലേക്ക് കയറിപ്പോണം. വലിയ വലിയ ആലിമ്യങ്ങളൊക്കെ ഔലിയാക്കളാണ്. മാനവി റളിയല്ലാഹു അൻഹു വലിയ വലിയായിരുന്നു. മഹാനുഭാവന്റെ വിജ്ഞാനത്തിന്റെ ആഴത്രയാണ്. രണ്ടാമത്തെ ഷാഫിഈ എന്നൊക്കെ സമൂഹം മോമന പേരിട്ട് വിളിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ സംഗതിയൊന്നുമല്ല. മാനവി റളിയല്ലാഹു അൻഹുവിന്റെ വിജ്ഞാനത്തെ കുറിച്ച് പറയുന്ന നിരവധിയായ ഗ്രന്ഥങ്ങളുണ്ട്. മഹാനുഭാവന്റെ ദിവസത്തെ മൊത്തം താൻ എഴുതിയ പേജുകളുമായി ഹരണം നടത്തിയാൽ ഒരു ദിവസത്തേക്ക് 10-12 പേജുകൾ മഹാനുഭാവൻ രചിച്ചിട്ടുണ്ടാവുന്ന. കിതാബ് രചിക്കാനും പഠനം നടത്താനും ആധുനികമായ സംവിധാനങ്ങളൊന്നുമില്ല. ചില സോഫ്റ്റ്വെയറുകളൊക്കെ തുറന്നു വെച്ചാൽ 60,000-70,000 കിതാബുകളിലുള്ളത് മൊത്തം സ്ക്രീനിൽ നമ്മുടെ മുമ്പിൽ വരാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ ഇന്നത്തെ കാലത്ത്. അന്ന് നേരാമണ്ണം പ്രിന്റ് ചെയ്ത കിതാബ് പോലും ഇല്ലാതെ കഷ്ടപ്പെട്ട് വിജ്ഞാനം കൈമാറുന്ന ആ സന്ദർഭങ്ങളിൽ മഹാനുഭാവന്റെ ജീവിതത്തിലെ മൊത്തം ദിവസങ്ങൾ അവിടുത്തെ കിതാബുകളുടെ പേജുമായി ഹരണം നടത്തിയിട്ടുണ്ടെങ്കിൽ ഡെയിലി 12 പേജ് രചിക്കാൻ മാത്രം വൈജ്ഞാനികമായ വ്യാപ്തി വലിയായിരുന്നു. ഈ വിലായത്തിന്റെ ഉന്നത ശൃംഖത്തിലേക്ക് കയറിപ്പോകുന്നത് വിജ്ഞാനത്തിന്റെ പിന്തുണയോടുകൂടെയാണ്. അതുകൊണ്ടാണ് മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെടുന്ന തന്റെ ഉപദേശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതും വളരെ ചെറുതുമായൊരു സംഭവം
ഹക്ക് താഴയിലേക്ക് നീ പാറുക, പറക്കുക. ബിജനാഹയിൽ കിതാബി വസുന്ന, കിതാബിന്റെയും സുന്നത്തിന്റെയും ചിറകുകൾ മുഖേന അള്ളാഹുവിലേക്ക് പറക്കേണ്ടതുണ്ട്. കിതാബാകുന്ന പരിശുദ്ധ ഖുർആനിന്റെയും സുന്നത്താകുന്ന തിരുദൂതരുടെ ഹദീസുകളുടെയും ചിറകുകൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ്. അന്തം വിട്ട് ഗോഷ്ഠി കാണിച്ചിട്ടല്ല എന്നർത്ഥം. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ സമൂഹം എത്ര മാനിച്ചു. പിൽക്കാലത്തൊന്ന് ഇമാമിനെ സുബ്ക്കി റളിയല്ലാഹു അൻഹു, മഹാനുഭാവൻ കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്നതിനിടയിൽ ഒരു വൃദ്ധനെ കാണുന്നു. കുശലാന്വേഷണങ്ങളൊക്കെ നടത്തുന്നു. മഹാനുഭാവൻ കുതിരപ്പുറത്ത് തന്നെ ഇരിക്കുകയാണ്, വൃദ്ധൻ താഴെയുമാണ്. സംസാരത്തിനിടയിൽ ഇമാം സുബ്ക്കി താഴേക്ക് ചാടി ഇറങ്ങുന്നു. ഈ വൃദ്ധന്റെ കൈ പിടിച്ച് തലയിൽ വെക്കുന്നു, ചുംബനം കൊടുക്കുന്നു. ആ വൃദ്ധന്റെ രണ്ട് കണ്ണുകളും മാറി മാറി ചുംബിച്ചുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകമായി ആവശ്യപ്പെടുന്നു. തന്റെ മകനുണ്ട്, പ്രഗത്ഭനായ സുബ്ക്കി ഇമാമിന്റെ മകൻ താജുദ്ദീൻ സുബ്ക്കി റളിയല്ലാഹു അൻഹു. മഹാനുഭാവൻ ഇത് കണ്ട് അത്ഭുതപ്പെടുന്നുണ്ട്. ഇതുവരെ പിതാവ് സാധാരണക്കാരനാവുന്ന ഒരു വൃദ്ധനോട് കുതിരപ്പുറത്തിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. സംസാരമധ്യേ ചാടി ഇറങ്ങുന്നു. പിന്നീട് ഈ ജാതി ബഹുമാന പ്രകടനങ്ങളൊക്കെ കാണിക്കുന്നു. വിനയഭാവത്തിൽ അദ്ദേഹത്തോട് ദുആ ചെയ്യാൻ പറയുന്നു. മകൻ ചോദിച്ചു, എന്ത് പറ്റിയെന്ന്. മഹാനായ ഇമാമിനെ സുബ്ക്കി വിശദീകരിച്ചു കൊടുക്കുകയാണ്. ആ വൃദ്ധൻ ആരാന്നറിയും? സംസാരിച്ചു പോയപ്പോഴല്ലേ മനസ്സിലായത്, ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ കണ്ട മനുഷ്യനാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു കണ്ടിട്ടുണ്ട്, ശിഷ്യനല്ല, അവിടെ പഠിച്ചതല്ല. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ പ്രഗത്ഭരായ ശിഷ്യന്മാരെ നമുക്കറിയാം. ഇബ്നുൽ അത്വാർ തങ്ങളെ പോലെയുള്ളവർ. ആ ഗണത്തിലൊന്നും പെട്ട ആളല്ല. നേരെ മറിച്ച് ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ കണ്ടു, അത്രമാത്രം. അതുകൊണ്ടാണ് ആ കണ്ണിൽ ചുംബനം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ആ കൈ പിടിച്ച് തലയിൽ വെച്ച് അനുഗ്രഹം വാങ്ങുന്നത്. അതുകൊണ്ടാണ് ആ സാധാരണക്കാരനാവുന്ന വൃദ്ധനോട് നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു ഇജ്തിഹാദിന്റെ പട്ടത്തിലേക്കൊക്കെ എത്താൻ മാത്രം വിജ്ഞാനമുണ്ടെന്ന് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ട സുബ്ക്കി ഇമാം ഇത്രമേൽ ബഹുമാനപൂർവ്വം പ്രാർത്ഥനയ്ക്ക് അർത്ഥിക്കുന്നു. വിജ്ഞാനം കൊണ്ടാണ് അവർ അവരുടെ ത്വരീഖത്തുകളെ സമൃദ്ധമാക്കിയത് എന്നർത്ഥം. ഷെയ്ഖ് റിഫായി തങ്ങളുടെ വിജ്ഞാനത്തിന്റെ വൈപുല്യത്തെ കുറിച്ച് പറയുന്ന പണ്ഡിതന്മാർ ലക്ഷക്കണക്കിന് ശിഷ്യന്മാരെ വാർത്തെടുത്തു എന്ന് പറയുന്നുണ്ട്. ഏത് മസല ചോദിച്ചാലും അതൊക്കെയും പറഞ്ഞു കൊടുക്കുന്നു പറയുന്നു. തഫ്സീർ, ഹദീസ്, ഫിഖ് പോലത്തതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ചിട്ട് കുറെ ആളുകൾ മഹാനുഭാവനെ ചോദ്യം ചെയ്യുമ്പോൾ ഇതേ സംഭവം വേറൊരു തലത്തിൽ മൊയ്തീൻ ഷെയ്ഖ് തങ്ങളിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എല്ലാവർക്കും കൃത്യമായി ഓരോന്നിനും ഉത്തരം പറഞ്ഞ് അവരെ അത്ഭുതപ്പെടുത്തുന്ന റിഫായി ഷെയ്ഖിനെ നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ വലിയ പണ്ഡിതനായിരിക്കെ ഷെയ്ഖ് റിഫായി തങ്ങൾ തെരഞ്ഞെടുത്ത ആത്മീയ മാർഗം ജനസേവനത്തിൻ്റെതായിരുന്നു. അങ്ങനെയാണല്ലോ പല ത്വരീഖത്തിന്റെ പണ്ഡിതന്മാർക്കും പല വലിയമാർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട കുറെ മാർഗങ്ങൾ അള്ളാഹുവിലേക്ക് ഉസൂലാവാൻ, അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുണ്ടെന്ന് നമ്മുടെ പണ്ഡിതന്മാരൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ മൊയ്തീൻ ഷെയ്ഖ് തങ്ങൾ വിജ്ഞാനത്തിന്റെ വലിയ പ്രബോധനമാണ് ഏറ്റെടുത്തത്. ഷെയ്ഖ് റിഫായി തങ്ങൾ അത് നടത്തുമ്പോൾ തന്നെയും സാമൂഹികമായ സേവനത്തിന് വലിയ പ്രാധാന്യം. പല ആളുകളും പല രീതിയിലാണ് അള്ളാഹുവിനെ പ്രാപിച്ചതെന്ന് അദ്കിയ എന്ന് പറയുന്ന ഔലിയാക്കളാവാനുള്ളവരുടെ കൈപ്പുസ്തകം എന്ന് പരിചയപ്പെടുത്തുന്ന ആ ചെറിയ ഗ്രന്ഥത്തിൽ തന്നെയും നമ്മൾ പണ്ടേ പാടിപ്പടിച്ചവരാണ്. വലികുല്ലി വാഹിദിഹിം ത്വരീഖും മിൻ തുറുഖ് യഖ്താറുഹു ഫയകൂനു മിൻ ദവാസുല. പല ഔലിയാക്കൾക്കും അവരുടേതായ ചില മാർഗങ്ങളുണ്ട്, അതവർ തെരഞ്ഞെടുക്കും. അതുവഴി അവർ റബ്ബിലേക്ക് എത്തിച്ചേരും. യഖ്താറുഹു, ഓരോരുത്തർ അവരുടെ അഭീഷ്ടത്തിനനുസരിച്ച് അത് തെരഞ്ഞെടുക്കും. എന്നിട്ട് വിശദീകരിക്കുന്നു ആ മാർഗങ്ങളിൽ ചില എണ്ണത്തെ സയ്യിദ് മഖ്ദൂം തങ്ങൾ കജുലൂസിഹി ബൈനൽ അനാമി മുറബ്ബിയ, ജനങ്ങൾക്കിടയിൽ തർബിയത്ത് നടത്തിക്കൊണ്ട് അങ്ങനെ ജീവിക്കും ചില ആളുകൾ. തർബിയത്ത് നടത്തൽ, വിജ്ഞാനികമായ പരിപോഷണം നടത്തി ജനങ്ങളെ ദീനിലൂടെ കൊണ്ടുപോകുന്ന പ്രഭാഷണങ്ങളും എഴുത്തും പിന്നെ ദർസുമായിട്ട് കുറേ ഔലിയാക്കൾ ജീവിക്കും. അതുവഴിയാണ് അവർ അള്ളാഹുവിലേക്ക് എത്തിച്ചേരുന്നത്. ഇതിന് പ്രാധാന്യം കൊടുത്തു മഹാനാവുന്ന മൊയ്തീൻ ഷെയ്ഖ് തങ്ങൾ, ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഇമാമുന നവവി റളിയല്ലാഹു അൻഹു, ഇബ്നു ഹജർ ലൈത്തമി തങ്ങൾ, ഇതൊക്കെ വലിയ വലിയ ഔലിയാക്കളാണ്. ചരിത്രത്തിന്റെ ഇങ്ങേ തലക്കെ ഒക്കെ ഉസ്താദ് അവർകൾ ആത്മീയമായി തന്റെ ശരീരത്തെയും മനസ്സിനെയും സ്ഫുടം ചെയ്തെടുത്തു.
ആ വിജ്ഞാനത്തിന്റെ തെളിച്ചമുള്ള രേഖകൾ തന്റെ ശിഷ്യന്മാരിലേക്ക് നിർലോഭം വിതരണം ചെയ്തുകൊണ്ടേയിരുന്നു. രാപ്പകൽ ഭേദമെന്നു. സുബഹിന്റെ ശേഷം അത്യാവശ്യം ദിക്റൊക്കെ കഴിഞ്ഞ് ദർസിനിരുന്നാൽ രാത്രി 10 മണിയും 11 മണി വരെയും അവർ ദർസെടുത്തി, അസറിന്റെ ദർസെടുത്തി. ഇത് വിലായത്തിന്റെ മാർഗത്തിൽ ചില ഔലിയാക്കൾ സ്വീകരിക്കുന്നതാണെന്ന് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുന്നു. എന്താ വലിയ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ വലിയന്റെ നിർവചനം പറയുന്നിടത്ത് ആദ്യം പരാമർശിക്കുന്നത് അൽ ആരിഫു ബില്ലാഹി, അള്ളാഹുവിനെ വേണ്ട വിധം മനസ്സിലാക്കി പഠിച്ചറിഞ്ഞു. എങ്ങനെ? അസ്ബമായും സാധ്യമാകുന്നത്ര. പടച്ചറബിന്റെ കുൻഹുദാത്തിനെ കുറിച്ചൊക്കെ അറിയാൻ പ്രയാസമുണ്ട്. പ്രവാചകന്മാർക്കൊക്കെ പ്രത്യേകമായ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അത് മനസ്സിലാക്കാൻ പറ്റും. സാധാരണഗതിയിൽ അത് നമുക്ക് ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ പ്രയാസമുണ്ട്. അതുകൊണ്ട് അസ്ബമായും സാധ്യമായത്ര റബ്ബിനെ കുറിച്ച് പഠിക്കണം. എന്നിട്ടോ ഈ പഠിച്ച വിജ്ഞാനങ്ങളൊക്കെ ജീവിതത്തിലേക്ക് വരണം. സുന്നത്ത് പോലും ഉപേക്ഷിക്കരുത്, കറാഹത്ത് പോലും ചെയ്യരുത്. രണ്ടും പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കണം. സുന്നത്ത് പോലും മുടക്കരുത്, കറാഹത്ത് ചെയ്യരുത്. സുന്നത്തിന് വേണ്ടിയിട്ട് നിരവധിയായി അവർ അധ്വാനിക്കും. ഷെയ്ഖ് റിഫായി തങ്ങളെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്. ഒരു ശിഷ്യൻ, ഞാൻ ഒരു ദിവസം ഷെയ്ഖിനോടൊപ്പം അന്തി ഉറങ്ങാൻ പോയി. അന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്ക് 40 പുതിയ സുന്നത്തുകൾ എൻ്റെ പ്രിയപ്പെട്ട ഷെയ്ഖ് അനുഷ്ഠിക്കുന്നത് എനിക്ക് കണ്ടുപഠിക്കാനായി. സാധാരണ ഗതി നടത്തുന്ന വിത്തറും തഹജ്ജുദും ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ദിക്റുകളും സലാത്തുകളൊന്നുമല്ല. ആ ശിഷ്യനും വലിയ പണ്ഡിതനാണ്. ഷെയ്ഖ് റിഫായി തങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഹാദ്യമായി നടക്കുന്ന ശിഷ്യൻ, സാധാരണക്കാരനൊന്നുമല്ല. അപ്പൊ അദ്ദേഹത്തിന് തന്റെ ജീവിതത്തിൽ ഇല്ലാത്ത 40 സുന്നത്തുകൾ എൻ്റെ പ്രിയപ്പെട്ട ഷെയ്ഖ് അന്ന് നിർവഹിക്കുന്നത് ഞാൻ കണ്ടു. ചില ആളുകൾ വിജ്ഞാനത്തിന് വേണ്ടി സമയം മാറ്റിവെച്ചു. അതും വലിയ സുന്നത്തുള്ള കർമ്മമാണ്. ആദരപൂർവം ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹുവിനെ കാത്തുകാത്തിരുന്ന് സ്നേഹിച്ച് ശിഷ്യൻ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വീട്ടിലേക്കൊന്ന് വിരുന്നിനുണ്ടോന്നുണ്ട്. ഷാഫി ഇമാമിനെ കുറിച്ച് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞത് കേട്ട് തന്റെ മക്കളാകുന്ന പണ്ഡിതന്മാർക്കും പണ്ഡിതകൾക്കും, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ മക്കൾ അബ്ദുള്ള റളിയല്ലാഹു അൻഹു പോലെയുള്ളവർ വലിയ പണ്ഡിതന്മാരായിരുന്നു. അവരുടെ സഹോദരി വലിയ പണ്ഡിതകളായിരുന്നു. ഇപ്പൊ ഇവരൊക്കെ ഈ ഉസ്താദിനെ കുറിച്ച് വാപ്പ പറയണത് കേട്ട് വലിയ രീതിയിൽ എന്തോന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. ഈ പെൺകുട്ടി പലപ്പോഴും ശ്രദ്ധിച്ചു, ഉസ്താദിന്റെ റൂം നൊതെടുക്കണോ ചേക്കണുണ്ടോന്ന്, തഹജ്ജുദ് നിസ്കരിക്കുമ്പോ ഖുർആൻ ഓതുന്നത് കേൾക്കണുണ്ടോന്നൊക്കെ. അവരൊക്കെ നേരത്തെ എഴുന്നേറ്റ് നിസ്കരിക്കുന്നു, ദിക്ർ ചൊല്ലുന്നു. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ വീടല്ലേ. മസ്അലയിൽ പോലും ചിലപ്പോഴൊക്കെ ഈ വീടും കുടുംബവും പരിഗണിച്ച് ചില മാറ്റങ്ങൾ വരുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. ഞാൻ അങ്ങോട്ട് കയറല്ല കേട്ടോ. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളോട് തന്നെയും വന്ന് ഒരു സഹോദരി ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ വീട് ഈ വഴിയുടെ അടുത്താണ്, ആളുകൾ ചൂട്ടും കത്തിച്ച് ഇങ്ങനെ പോകും. അപ്പൊ വീട്ടിന്റെ മച്ചിലേക്ക് വെളിച്ചം വരും, ഇവരുടെ ചൂട്ടിൽ. അതിൽ വെച്ച് ഞങ്ങൾ നൂൽപ്പ് നടത്തും. ഞങ്ങളുടെ വെളിച്ചല്ല, ഈ ആളുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തുടർച്ചയായിട്ട് പോകുമ്പോൾ കിട്ടുന്ന ഞങ്ങളുടെ മച്ചിലടിക്കുന്ന ആ ലൈറ്റ് കൊണ്ട് ഞങ്ങൾ നൂൽപ്പ് നടത്തും. ഞങ്ങള് ഡ്രസ്സുകൾ തുന്നിയുണ്ടാക്കും. ഇത് ഞങ്ങൾക്ക് അനുവദനീയമാണോ? സാധാരണ ഇതിലെല്ലാവരും ചെയ്യുന്ന പരിപാടി. എന്നിട്ട് ആ സഹോദരി വളരെ ആവേശത്തോടു കൂടെ ഇതിന്റെ മസാല അറിയണം എന്ന് കരുതി ഈ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ അന്വേഷിച്ച് ചെന്ന് സാഹസപ്പെടുന്നത് കണ്ടപ്പോ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ചോദിച്ചു, നീ ഏത് വീട്ടിൽ നിന്നാ വരുന്നു, ഏത് കുടുംബത്തിൽ നിന്നാ വരുന്നു? ഇതൊക്കെ എല്ലാവരും സാധാരണ പോലെ ചെയ്യുന്ന പരിപാടിയല്ലേ. ആ മഹദി പറഞ്ഞു, ഞാൻ ബിശ്റുൽ ഹാഫിയുടെ സഹോദരിയാണ് റളിയല്ലാഹു അൻഹു. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ മസല പറഞ്ഞെടുത്ത്, നിങ്ങൾക്കിത് പറ്റൂല എന്നാണ്. ആത്മീയ രംഗത്ത് വളരെ തേജസ്വിയായി വിരാജിക്കുന്ന ബിശ്റുൽ ഹാഫി റഹ്മത്തുള്ളാഹി മഹാനുഭാവന്റെ സഹോദരിയാണോ, എന്നാ നിങ്ങൾക്കിത് പറ്റൂല. അപ്പൊ ഓരോ വീടും അതിന്റെ രക്ഷിതാവും അവിടെ വാപ്പയും അവിടുത്തെ മക്കളും ഒക്കെ എങ്ങനെ ജീവിക്കുന്നു, അതനുസരിച്ച് നല്ലൊരു മാറ്റം ഉണ്ടാവും. അഹ്മദ് തങ്ങളുടെ മകൾ നേരത്തെ എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിക്കുന്നു. അപ്പൊ അവർക്ക് ഉസ്താദിനെ കുറിച്ച് ചെറിയൊരു താല്പര്യക്കുറവ് വന്നു. ഞാനങ്ങനെ ശ്രദ്ധിച്ചില്ലല്ലോ, വല്ലാതെ നിസ്കരിക്കണത് കണ്ടില്ലല്ലോ എന്നുള്ള രീതിയിൽ. ഇത് തന്റെ പിതാവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു യാദർച്ഛികമായി ആ വശത്തേക്ക് വരുന്നു.
ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നല്ലൊരു രാത്രി, ഇന്ന് 300 മസ്അലകൾ ഞാൻ ഖുർആനിൽ നിന്ന് ഇജ്തിഹാദ് ചെയ്തെടുത്തു. ഇന്ന് 300 മസ്അലകൾ ഖുർആനിൽ നിന്ന് നാം ഇജ്തിഹാദ് ചെയ്തെടുത്തു. നല്ലൊരു രാത്രി. നോക്കുങ്ങള്, ഖുർആനും ഹദീസിന്റെ പിന്തുണ വെച്ച് 300 മസ്അല നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ പത്തുലുമി മറിച്ച് നിസ്കാരത്തിന്റെ ഫർള് 14 എന്നുള്ളത് പഠിക്കല്ല. ഖുർആനിലെ ഓരോ ആയത്തും പലവട്ടം മനസ്സിലേക്ക് കയറി വരണം. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, താൻ ഒരു തെളിവ് കിട്ടാൻ വേണ്ടി 300 പ്രാവശ്യം ഖുർആൻ പാരായണം ചെയ്തു. ഖിയാസിന്റെ തെളിവ് കിട്ടാൻ വേണ്ടി ഞാൻ 300 പ്രാവശ്യം ഖുർആൻ പാരായണം ചെയ്തു. അപ്പോ ഏതെങ്കിലും ഒരു ഭാഗം മറിച്ചിട്ട് ഇതേ കിടക്കണ മസ്അല എന്ന് പറഞ്ഞിട്ട് സ്വീകരിക്കാൻ പറ്റൂല പരിശുദ്ധ ഖുർആനിൽ നിന്ന്. അത് നമ്മുടെ ഫിഖ്ഹിന്റെ കിതാബ്. ഈ മഹാന്മാർ നടത്തിയ അധ്വാനത്തിന്റെ ഫലം നമുക്ക് സിമ്പിളായിട്ട് നോക്കിയെടുക്കാൻ പറ്റും. ഇത്ര സാഹസികമായ ആ ഒരു ഏർപ്പാട് നടത്തി 300 മസ്അലകൾ ഞാൻ കണ്ടുപിടിച്ചു. അപ്പോഴാ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് വല്ലാത്ത ആശ്വാസം തോന്നുന്നത്, തന്റെ ഉസ്താദിനെ കുറിച്ച് പിന്നെയും അഭിമാനം തോന്നുന്നത്, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ മക്കൾക്ക് ഉസ്താദിന്റെ പൗരുഷയും ശ്രേഷ്ഠതയും മനസ്സിലാകുന്നത്. കുറെ പണ്ഡിതന്മാരുടെ രീതി അതായിരുന്നു, വിജ്ഞാന സേവനം. കുറെ ഔലിയാക്കൾ അള്ളാഹുവിലേക്ക് ഉസൂലായത്, അള്ളാഹുവിലേക്ക് എത്തിച്ചേർന്നത് ഈ വിജ്ഞാന സേവനം കൊണ്ടാണ്. അതുകൊണ്ടാണ് ചെറിയ കറാഹത്ത് പോലും ചെയ്യാതെ മഹാനുഭാവൻ ജീവിച്ചത്. എല്ലാവരും ഏകദേശം. പിൽക്കാലത്തുള്ള ഓക്കേസാരെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞത്. മഹാനുഭാവൻ കൂടുതൽ സംസാരിച്ചോ? ഇല്ല. കുഞ്ഞു വാർത്തകൾ പറഞ്ഞു, കുഞ്ഞു വർത്തമാനങ്ങൾ. അതുകൊണ്ടൊരു വലിയ വിപ്ലവം സാധിപ്പിച്ചെടുത്തു. കൂടുതൽ സംസാരിക്കണ്ട, സംസാരം എസൻസ് ആയിരിക്കും, കുറെ പറയുന്നതിന്റെ ആകത്തുകയായിരിക്കും. കുട്ടികളൊക്കെ വല്ലാതെ ഉപദേശിച്ച് നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. ആ ഒരു ചെറിയ പദം കൊണ്ട് വലിയൊരു സമൂഹത്തെ നിയന്ത്രിക്കാനും ഇന്നുള്ള പണ്ഡിതന്മാരിൽ ഒട്ടുമിക്ക പേരുടെയും ഗുരുവാവാനും മഹാനുഭാവന് സാധിക്കുന്നു. കുറെ തരീഖത്തുകൾ അങ്ങനെയാണ്. വക്കക്കസിറത്തിൽ കുറെ ആളുകൾ അള്ളാഹുലേക്ക് ഉസൂലാവാൻ വിറുതുകൾ, ദിക്റുകൾ, നിസ്കാരം, നോമ്പ് ഇതൊക്കെ പതിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. മറ്റു ചിലർ ജനങ്ങളുടെ സേവനമാണ് അള്ളാഹുലേക്ക് ഉസൂലിനുള്ള മാർഗമായി തെരഞ്ഞെടുത്തത്. ഏതുപോലെ അവര് വിറക് വെട്ടി അത് ചുമന്നു കൊണ്ടുവന്നു. അത് അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റിട്ട് അതിന്റെ പൈസ സാധുക്കൾക്ക് നൽകാൻ വേണ്ടി കുറെ ആളുകൾ ചെയ്ത രീതി അതാണ്. ഷെയ്ഖ് റിഫായി തങ്ങൾ ഈ പറഞ്ഞ സംഗതികളൊക്കെ തന്റെ ജീവിതത്തിൽ ധാരാളമായി കൊണ്ടുവന്നെങ്കിലും, ഏത് വൈജ്ഞാനികമായ സേവനം, ധാരാളമായി ദിക്ർ ചൊല്ലൽ, ധാരാളമായി നിസ്കരിക്കൽ, ഇതൊക്കെ കൊണ്ടുവന്നെങ്കിലും മഹാനുഭാവൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ജനസേവനത്തിനായിരുന്നു. ചില്ലറ സംഭവമല്ല. നമുക്ക് സംസാരിക്കുമ്പോൾ പോലും ബേജാറ് വന്നു പോകുന്നു. വിജ്ഞാനത്തിന്റെ ഒരു ചെറിയ ഒരു കഷ്ണം കിട്ടുമ്പോഴേക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കാത്തവരെ പോലും നമുക്ക് കാണാൻ പറ്റും. മഹാനുഭാവൻ എത്രമേൽ വിജ്ഞാനം നേടിയെന്നത് ഇനി ഞാൻ ആവർത്തിക്കേണ്ടതില്ലല്ലോ. അത്രമേൽ വിജ്ഞാനത്തിന്റെ ഉന്നതിയിൽ വിരാജിച്ചിട്ടും മഹാനുഭാവൻ ജനസേവനത്തെ വളരെ പ്രാധാന്യമുള്ള അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു മാർഗമായി തെരഞ്ഞെടുത്തു. എത്രത്തോളം മഹാനുഭാവനെ കുറിച്ച് എഴുതിയ എല്ലാ ഗ്രന്ഥങ്ങളിലും പൊതുവെ കാണുന്ന ചില കാര്യങ്ങൾ വിശദീകരിക്കാത്ത വിധം നമുക്ക് ചർച്ച ചെയ്യാം. മഹാനുഭാവൻ പറയുന്നു, അള്ളാഹുവിലേക്ക് എത്താനുള്ള എല്ലാ മാർഗങ്ങളും ഞാൻ പരിശോധിച്ചു. അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള സർവ്വമാർഗങ്ങളെയും ഞാൻ പരിശോധിച്ചു. എനിക്ക് ഏറ്റവും ലളിതമായിട്ടും ഏറ്റവും പെട്ടെന്നെത്തുന്നതായിട്ടും ഏറ്റവും സുഗമമായി അള്ളാഹുവിനെ പ്രാപിക്കാൻ പറ്റുന്നതായിട്ടും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. മിനൽ ഇഫ്തിഖാരി വദ്ദുല്ലി വല്ലിൻകിസാരി, മോഹങ്ങളെ മൊത്തം മുറിച്ചു മാറ്റി ഫഖീറായിട്ട് ജീവിക്കുക, ദുനിയാവിന്റെ അലങ്കാരങ്ങളെയും ആഡംബരങ്ങളെയും സമ്പൂർണ്ണമായി ഉപേക്ഷിക്കുക, ജനസേവനത്തിന് അങ്ങോട്ട് ഇറങ്ങുക, കൽപ്പിക്കാനല്ല പ്രവർത്തിച്ചു കാണിക്കാൻ. ഇതിനേക്കാൾ ശ്രേഷ്ഠമായ റബ്ബിലേക്ക് എത്തുന്ന ഒരു മാർഗത്തെയും എനിക്ക് കാണാൻ പറ്റിയില്ല.
എന്നിട്ട് മഹാനുഭാവൻ തന്റെ പെങ്ങളുടെ മോനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ആ കുട്ടി ചോദിച്ചു, യാ സയ്യിദി ഫകൈഫ യകൂൻ, എങ്ങനെയാണ് അതുണ്ടാവൽ? ഈ പറഞ്ഞ രീതി എങ്ങനെയാണ് പ്രാപിക്കാൻ പറ്റുക? മഹാനുഭാവൻ പറഞ്ഞു, അള്ളാഹുവിന്റെ കൽപ്പനകൾ നീ ആദരപൂർവം സ്വീകരിക്കണം. എന്നിട്ട് അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് നീ വിനയപൂർവം സേവനം ചെയ്യണം. അവർക്ക് വേണ്ടി നീ ആർദ്രഹൃദയനാകണം. പിന്നെയോ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ നീ ഇത്തിരി പോലും മാറാതെ പിന്തുടരണം. നല്ല പണ്ഡിതനാകുന്ന ശിഷ്യൻ ഒരു പ്രാവശ്യം ഉസ്താദിനോടൊപ്പം ഉറങ്ങാൻ കൂടിയപ്പോ 40 പുതിയ സുന്നത്ത് മഹാനുഭാവന് പഠിക്കാൻ പറ്റുകയാണ് ഈ ഉസ്താദിൽ നിന്ന്. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകളെ നീ വിടാതെ പിന്തുടരണം. എന്നിട്ട് മഹാനുഭാവന്റെ ജീവിതത്തെ പറഞ്ഞു തരാണ് പണ്ഡിതന്മാർ. കാനൽ ഇമാമുർ റിഫാഇ യഖ്ദുമു നഫ്സഹു, സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അലയ്ക്കും, ചെരുപ്പ് തുന്നും, തൊപ്പി തുന്നും, തനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം മഹാനുഭാവൻ ചെയ്യും. അത് തുറന്നു പറയുന്നു. അദ്ദേഹമാണ് ചെരുപ്പ് തുന്നർ, അദ്ദേഹമാണ് തന്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള വിറക് ശേഖരിക്കൽ, അദ്ദേഹം തന്നെയാണ് ഇത് പൊളിക്കൽ, പലപ്പോഴും പാചകം ചെയ്യൽ. എന്നിട്ട് മഹാനുഭാവൻ കാട്ടിലേക്ക് പോകും, വിറകുകൾ ധാരാളമായി ശേഖരിക്കും, അത് കെട്ടി തന്റെ തലയിലേറ്റി വീട്ടിലേക്ക് വരും. അതേ പ്രകാരം തന്നെ അങ്ങാടിയിൽ പോകും, അത് വിറ്റുള്ള കാശുമായി പാവങ്ങളെ സമീപിക്കും. പ്രത്യേകിച്ച് അറാമിൻ വൽ മസാക്കീൻ വഅസ്ഹാബുൽ ഹാജാത്ത്, വിധവകളെ സമീപിച്ചിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. വിറകെത്തിച്ചു കൊടുക്കും, അവർക്ക് വേണ്ട പണം, അവർക്ക് വേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇതൊക്കെ എത്തിച്ചു കൊടുക്കും. സ്വന്തം ചുമലിൽ ചുമന്നുകൊണ്ട് തന്നെ മഹാനുഭാവൻ മിസ്കീന്മാരുടെ വീടുകൾ തേടിച്ചെല്ലും. പിന്നെ ഏത് ആവശ്യക്കാരുണ്ടോ അവരുടെ ആവശ്യങ്ങളെല്ലാം മഹാനുഭാവൻ പൂർത്തീകരിച്ചു കൊടുക്കും. മഹാനുഭാവൻ കാത്തു നിൽക്കും. ഈ അന്ധന്മാർ വരുന്ന സ്ഥലങ്ങൾ, അവർ പരിചരണത്തിനും ആശുപത്രിക്കൊക്കെ പോകുന്ന വഴികൾ, എന്നിട്ട് ഈ അന്ധന്മാരെ കണ്ടുപിടിച്ചിട്ട് അവരുടെ കൈ പിടിച്ച് അവരെവിടെയാണോ എത്തേണ്ടത് അവിടേക്ക് വരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ഈ അന്ധന്മാരെങ്ങോട്ടാണ് പോകേണ്ടത് അങ്ങോട്ട് വരെ കൊണ്ടുപോകും. അതിനുവേണ്ടി കാത്തു നിൽക്കുന്നു. അബദ്ധത്തിലൊരു അന്ധനെ കണ്ടാൽ അദ്ദേഹം റോഡ് കിടക്കാൻ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ ഒന്ന് കൈ പിടിക്കാൻ പോലും മടി കാണിച്ച് ജനങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളത് ചെയ്തില്ലെങ്കിൽ മോശമല്ലേ, അതുകൊണ്ട് ആളുകൾക്ക് എനിക്ക് ടൈമില്ല എന്നറിയട്ടെ നിർത്തി വാച്ചൊക്കെ ഒന്ന് കുരുക്കിയിട്ട് പോകുന്നവരെ കാണും നമ്മൾ. മഹാനുഭാവൻ അന്ധന്മാരെ കാത്തിരിക്കും. അവർക്ക് എവിടെ എത്തണോ അങ്ങോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. അവരിൽ നിന്ന് ആരെ കണ്ടുമുട്ടിയാലും അവരെ നയിക്കും. ഇലാ മഹല്ലി മത്ലൂബിഹിം, അവർക്ക് പോവേണ്ട ഇടങ്ങളിലേക്ക്. മഹാനുഭാവൻ ഈ കുഷ്ഠരോഗം പിടിച്ച് കഷ്ടപ്പെടുന്ന ആളുകളെയും രോഗം കാരണം വീട്ടിൽ തന്നെ നിത്യമായി കിടക്കേണ്ടി വരുന്നവരെയും, ബെഡിലായ കുറെ പാവപ്പെട്ട രോഗികളുണ്ടാകും, അവരെയും തേടിപ്പോകും. അവരുടെ വീട്ടിലേക്ക് ചെല്ലും. വയഗ്സിലു സിയാബഹും, അവരുടെ വസ്ത്രം കഴുകും. വയഹ്മിലു ലഹുമു ത്വആം, അവരിലേക്ക് ഭക്ഷണവുമായി എത്തി അവരെ ഊട്ടും, അവർക്ക് ഭക്ഷണം നൽകും. വയഅ്കുലു മഅഹും, അവർക്കൊരു ആശ്വാസം കിട്ടട്ടെ എന്ന് കരുതി അവരോടൊപ്പം ഭക്ഷിക്കും. വയജാലിസുഹും, അവരോട് സഹവസിക്കും. ഭക്ഷണം കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് തട്ടിപ്പോരല്ല എന്നർത്ഥം. നിങ്ങളുടെ പാത്രം അവിടെ അതിൽ തരി, ഞാൻ ഇത്തിരി അടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് കൊട്ടിക്കൊടുത്തിട്ട് പോരല്ല. അവർക്കൊരു ആശ്വാസം വരട്ടെ, ഞങ്ങൾ അങ്ങനെ പുറത്തൊന്നുമല്ല, അങ്ങനെ അവഗണിക്കപ്പെട്ടവരൊന്നുമല്ല എന്ന് തോന്നട്ടെ എന്ന് കരുതിയിട്ട് മഹാനുഭാവൻ അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കും. അവരുടെ ഡ്രസ്സ് കഴുകും, അവരുടെ വീടും പരിസരവും വൃത്തിയാക്കി കൊടുക്കും. എന്നിട്ട് അവരോട് അവരോട് ദുആ ചോദിക്കും. എനിക്ക് വേണ്ടി ദ്വാരക്കണം എന്ന് പറയും. ഞാൻ കൊള്ളാൻ തോന്നുമ്പോൾ ഒരാളോട് ദ്വാരക്കാൻ പറയാൻ തോന്നുന്നില്ല. എന്റെ ദ്വാരക്ക് എന്ത്, നേരെ മറിച്ച് എനിക്ക് വേണ്ടി സമൂഹം ദ്വാരന്നാൽ അതുകൊണ്ട് വലിയ ഫലം കിട്ടുമെന്ന വിനയത്തിന്റെ ഭാവമാണോ ആരോടും ദ്വാരക്കാൻ പറയും. ഇതാരാ നമ്മൾ ആലോചിച്ചു നോക്കണം. ഇജ്തിഹാദിന്റെ തലത്തിലേക്ക് എത്തിയ ഒരു മഹാപണ്ഡിതൻ, ലക്ഷക്കണക്കിന് ശിഷ്യരെ വാർത്തെടുത്ത പ്രതിഭ. കുഷ്ഠരോഗികൾ എന്ന് പറഞ്ഞാൽ തന്നെ അന്നൊരു അവഗണിക്കപ്പെടുന്നവരാണ്. അത് അള്ളാഹുവിന്റെ ശാപാണെന്ന് കരുതി ജീവിച്ചിരുന്ന ഒരു സമൂഹം. ആ കുഷ്ഠരോഗികളെ പരിചരിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് വലിയ സാഹസാണ്. അവരുടെ അടുത്തേക്ക് എത്തിയിട്ട് അവരുടെ ഡ്രസ്സ് കഴുകി പരിസരം വൃത്തിയാക്കി ഭക്ഷണം കൊണ്ടുവന്ന് അവരോടൊപ്പം ഇരുന്ന് കഴിക്കും.
وكان يعود المرضى ولو سمع بمريض في قرية ولو على بعد يمضي إليه ويعوده. നാട്ടിൽ എവിടെയോ രോഗി ഉണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ സന്ദർശിക്കാൻ ചെല്ലും. അത് എത്ര ദൂരാണെങ്കിൽ പോലും അദ്ദേഹത്തെ തെരഞ്ഞു പിടിച്ചു ചെല്ലും. അവരാശ്വസിപ്പിക്കും, അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കും. വക്കാന ഷഫീഖൻ അലാ ഖൽഖില്ലാഹി, അദ്ദേഹം അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ പേരിൽ ഏറ്റവും കൂടുതൽ ആർദ്രത പുലർത്തിയിരുന്നു. അത് മനുഷ്യരാവണമെന്നൊന്നുമില്ല, നമുക്കറിയാലോ. മഹാനുഭാവൻ ഇടക്കിടക്ക് കരയും. ഫക്കീറന്മാരുടെ വിഷയം ഓർത്തിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. ഫക്കീറന്മാരെ കാര്യം ആലോചിച്ചിട്ട് കരഞ്ഞുകൊണ്ടിരിക്കും. അവർ അള്ളാഹുവിനോട് ഏറ്റവും അടുത്തവരാണെന്ന് പറയും. ബാക്കിയുള്ള ആളുകളെ ഫക്കീറന്മാർക്ക് സഹായം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഈ ദുന്യാവ് വിട്ടുപോകുമെന്നും ഈ ദുന്യാവിനപ്പുറമുള്ള അവസാനിക്കാത്ത ലോകത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ അധ്വാനിക്കണമെന്നും മഹാനുഭാവൻ പറഞ്ഞുകൊണ്ടിരിക്കും. അവരുടെ പ്രയാസങ്ങൾ തീർക്കും. പാവപ്പെട്ടവരുടെ മുമ്പിൽ ഏറ്റവും വലിയ വിനയം കാണിക്കുമായിരുന്നു. പാവപ്പെട്ടാനാണെങ്കിൽ അപ്പോയിന്റ്മെന്റ് കൊടുക്കില്ല, ഗേറ്റ് വിടൂല. കല്യാണത്തിന് സ്പെഷ്യൽ ഫുഡ് നല്ല പണമുള്ള ആളുകൾക്ക്, അവർക്ക് ഈ ഫുഡ് വാങ്ങാനും കഴിക്കാനും ധാരാളമായി സൗകര്യങ്ങളുണ്ട്, സമ്പത്തുണ്ട്, ഭദ്രതയുണ്ട്. നേരെ നല്ല ഫുഡ് കഴിക്കാൻ എവിടെന്നെങ്കിലും കിട്ടിയാൽ വേണ്ടി മാത്രം വേണമെന്ന് കരുതുന്ന ഫക്കീറുമാർ, ഈ ഫക്കീറുമാർക്ക് വേണ്ടി ജീവിക്കുക, അവരുടെ വിഷയമോർത്തിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക, അവരോട് ദുആ പറഞ്ഞുകൊണ്ടിരിക്കുക. പാവപ്പെട്ട രോഗികളെയും ബെഡ് അവലംബിച്ചുകൊണ്ട് മാത്രം ജീവിതം തള്ളി നിൽക്കുന്നവരെയും സന്ദർശിക്കുക, അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. മഹാനുഭാവനെ കുറിച്ച് പറയുന്ന അൽ വാഫി ബിൽ വഫയാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 7-ാം വാള്യത്തിന്റെ 219-ാമത് പേജിൽ നമുക്ക് ഈ പറഞ്ഞ വിശദീകരണങ്ങൾ കാണാം. അള്ളാഹുലേക്ക് എത്താൻ ചില ആളുകൾ തെരഞ്ഞെടുത്ത മാർഗം നമുക്കറിയാലോ. പരിശുദ്ധ ഖുർആനിൽ ഈ ഒരു മാർഗത്തെ പലപ്പോഴും പരിചയപ്പെടുത്തുന്നുണ്ട്. സൂറത്തുൽ അൻകബൂത്തിന്റെ 69-ാമത്തെ വചനം, വല്ലദീന ജാഹദൂ ഫീനാ ലനഹദിയന്നഹും സുബുലനാ, നമ്മുടെ മാർഗത്തിൽ അധ്വാനിക്കുന്നവരെ നമ്മൾ നമ്മുടെ വഴിയിലേക്ക് ചേർക്കും. ഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്നവരോടൊപ്പം അല്ലാഹു ഉണ്ടാകും. അപ്പൊ എന്താ തരീഖത്ത് എന്നൊക്കെ പറഞ്ഞു? ചില ആളുകൾ തരീഖത്തായിട്ട് സ്വീകരിച്ചത് ഇതാണെന്ന്. അത് ചിലർക്കാരൊന്നുമല്ല, ഞാൻ ആവർത്തിച്ച് പറയണ്ടല്ലോ മഹാനുഭാവന്റെ വൈജ്ഞാനികമായ ഉൽപ്പത്തിയെ കുറിച്ച്. ദീനീ ദഅവത്തിന് എന്തൊക്കെ മാർഗങ്ങളാണ് മഹാനുഭാവൻ സ്വീകരിച്ചത്. താൻ ഒന്നുമല്ല എന്നുള്ള വിചാരം കൊണ്ട് ജീവിച്ചു. അതുകൊണ്ട് തന്നെ വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ മഹാനുഭാവന് സാധിച്ചു. മഹാനുഭാവൻ നടന്നുകൊണ്ടിരിക്കുക. ഒരു ദിവസം ശിഷ്യന്മാരുണ്ട്, കുറെ മുരീദന്മാരുണ്ട്. ഈ ഒരു വിവരം ഒരു യഹൂദി അറിയുന്നു. ഈ യഹൂദി കേൾക്കുന്നുണ്ട്. അഹ്മദുൽ കബീർ റിഫായി വലിയ പണ്ഡിതനാണെന്നും അദ്ദേഹം വലിയ സഹനശീലനാണെന്നും അദ്ദേഹം ഗംഭീരമായി വിനയം കാണിക്കുന്ന ആളാണെന്നൊക്കെ, ഇതൊന്ന് പരീക്ഷിക്കണമെന്നും എല്ലാം ഒന്ന് മാനം കെടുത്തണമെന്നും ഇയാൾ വിചാരിച്ചു. റിഫായി ശൈഖിനൊന്ന് പരീക്ഷിക്കണമെന്ന് ഈ മനുഷ്യൻ വിചാരിച്ചു. ഹൽ ഹുവ കമാ യസിഫുൻ നാസു അം ല, അയാൾ നല്ല വിനയുള്ള ആളാണോ? മൂപ്പർക്ക് വലിയ ആളുകളോട് ആർദ്രതുണ്ടോ? തീരെ ദേഷ്യം പിടിക്കാത്ത കാര്യങ്ങളൊക്കെ സമചിത്തതയോടുകൂടെ കൈകാര്യം ചെയ്യോ? ഇതൊന്ന് പരീക്ഷിക്കണം എന്ന് കരുതി ശിഷ്യ സമേതം ഷെയ്ഖ് റിഫായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തേക്ക് ഇയാൾ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഇയാൾ ചോദിച്ചു, യാ സയ്യിദ് അൻത അഫ്ളലു അമിൽ കൽബ്. ഷെയ്ഖ് റിഫായി തങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളാണോ ശ്രേഷ്ഠൻ അതോ നായയാണോ എന്ന്. ഷെയ്ഖ് റിഫായി തങ്ങളെ നായയോട് സാമ്യപ്പെടുത്തുകയാണ്, കമ്പയർ ചെയ്യാണ്. സാധാരണഗതിയിൽ എന്തായിരിക്കണം പ്രതികരണം, ഇതൊക്കെ പരിശോധിക്കണം. മൂപ്പര് വലിയ തവാളുവിന്റെ ആളെന്ന് പറഞ്ഞത്, വലിയ സഹനശീലനാന്ന് പറഞ്ഞത്. അദ്ദേഹം പണ്ഡിതത്തിന്റെ ഗരിമയോടുകൂടെ, പാണ്ഡിത്യത്തിന്റെ ഗരിമയോടുകൂടെ വലിയ പാണ്ഡിത്യത്തിന്റെ ശ്രേഷ്ഠമായ വിധാനത്തിൽ വിരാജിക്കുമ്പോൾ തന്നെയും മഹാനുഭാവൻ ഏറ്റവും വിനയപൂർവ്വമാണ് സമൂഹത്തെ സമീപിക്കുക എന്ന് പറഞ്ഞല്ലോ. ഇതൊന്ന് പരീക്ഷിക്കണം. അക്ഷോഭ്യനായി ഷെയ്ഖ് റിഫായി തങ്ങൾ പറഞ്ഞു, പാലം കടന്നു കിട്ടിയ ഞാനായിരിക്കും ശ്രേഷ്ഠൻ. പാലം കടന്നു കിട്ടണം എങ്കിൽ ഞാനായിരിക്കും ശ്രേഷ്ഠൻ. ഇത് കേട്ടതോടുകൂടെ ഈ ജൂതൻ വല്ലാണ്ടായിപ്പോയി. അദ്ദേഹം വിചാരിച്ചത് എത്രയോ മുകളിലാണ് ഷെയ്ഖ് റിഫായി എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. നായെ പരിഹസിച്ച് എന്ത് നായ എന്നുള്ള രീതിയിൽ സംസാരിച്ചോ? ഇല്ല.
എന്നെ എന്തേ നായോട് കമ്പയർ ചെയ്യണമെന്ന് ചോദിച്ചിട്ട് അദ്ദേഹം 4 കൊടുക്കാൻ തീരുമാനിച്ചു. അതൊന്നുമില്ല. വിനയഭാവത്തിൽ തന്റെ നിസ്സാരത തെളിയിച്ചുകൊണ്ട് പാലട് കടന്നു കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനായിരിക്കും ശ്രേഷ്ഠൻ. അതുവരെ എങ്ങനെയാണ് ശ്രേഷ്ഠതയെ തീരുമാനിക്കാൻ പറ്റുക എന്ന് മഹാനുഭാവൻ അക്ഷോഭ്യനായിട്ട് പറയുന്നു. ഇത് കേട്ടതോടുകൂടെ യഹൂദി പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അദ്ദേഹത്തിന്റെ കുടുംബം വന്നു. അദ്ദേഹത്തിന്റെ പരിചയ വൃന്ദത്തിൽ നിന്ന് കുറെ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. മഹാനുഭാവൻ അതല്ലായിരുന്നു തീരുമാനിച്ചതെങ്കിൽ, ദേഷ്യം പിടിച്ചിരുന്നുവെങ്കിൽ, ഇയാളുടെ ഈ പട്ടിയോടുള്ള താരതമ്യപ്പെടുത്തതിൽ നീരസം വന്നിരുന്നുവെങ്കിൽ ആ മനുഷ്യൻ അപ്പോഴേ തിരിഞ്ഞു പോയിരുന്നു. കേട്ടതൊക്കെ വെറും ബഗിഡാണെന്ന് അയാൾ മനസ്സിലാക്കുമായിരുന്നു. ഇത് പരീക്ഷിക്കാൻ വന്നയാളാണ്. പരീക്ഷണത്തിന് സമ്പൂർണമായി ഇമാം റിഫായി തങ്ങൾ വിജയിക്കുന്നു. അതോടുകൂടി ഒരു സംഘം ഒന്നിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. നോക്കുങ്ങൾ എങ്ങനെ ഇസ്ലാമിന്റെ പ്രചാരണം ഉണ്ടായത്. ഔലിയാക്കളുടെ ഒക്കെ വലിയ പ്രസക്തി തന്നെ എന്താണ്? അമ്പിയാക്കൾ നിർവഹിച്ച ഇസ്ലാമിക പ്രബോധന ദൗത്യം നിർവഹിച്ചു അവർ. അതിനുവേണ്ടിയാണ് അവർ പാണ്ഡിത്യം സ്വരൂകൂട്ടിയത്. അതിനുവേണ്ടിയാണ് അവർ വിനയഭാവത്തിൽ ജീവിച്ചത്. ഇസ്ലാം എങ്ങനെ പ്രചരിച്ചു, എങ്ങനെയാണ് പ്രബോധനം നടന്നത്, വലിയ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. മുൻധാരണയോടുകൂടെ ഇസ്ലാമിനെ ഭീകരതയായി അവതരിപ്പിച്ച കുറെ ആളുകളാണ്, പ്രത്യേകിച്ച് ഓറിയന്റലിസ്റ്റ് പണ്ഡിതന്മാർ. ഈ ഓറിയന്റലിസ്റ്റ് പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ തന്നെയും ആത്മാർത്ഥമായി വിജ്ഞാനത്തെ സമീപിച്ചവരുണ്ട്. തോമസ് ആർണോൾഡിനെ പോലെയുള്ളവർ. എങ്ങനെയാണ് ഇസ്ലാമിന്റെ പ്രബോധനം, എങ്ങനെയാണ് ഇസ്ലാമിന്റെ പ്രചാരണം ലോകത്തുണ്ടായത്, അദ്ദേഹം വിസ്തരിച്ച് എഴുതിയിട്ടുണ്ട് ദി പ്രീച്ചിങ് ഓഫ് ഇസ്ലാം എന്ന പുസ്തകത്തിൽ. അദ്ദേഹം പറയുന്നുണ്ട്, പണ്ഡിതന്മാരുടെ വിനയഭാവം കൊണ്ട്, ആത്മീയ നേതാക്കളുടെ വിശുദ്ധ ജീവിതം കൊണ്ട്. വാളിന് അവിടെ വലിയ പ്രസക്തിയൊന്നുമില്ല. പ്രതിരോധത്തിന് വാളെടുത്തിട്ടുണ്ട് ഇസ്ലാം, യുദ്ധം ചെയ്തിട്ടുണ്ട് ഇസ്ലാം. അതേക്കുറിച്ച് അന്യത്ര വിശദീകരിച്ചതാണ്, ഞാൻ അങ്ങോട്ട് കിടക്കണില്ല. നിലനിന്ന ഏത് സമൂഹവും അവസരോചിതം അതത് കാലങ്ങളിൽ യുദ്ധം ചെയ്തിട്ടുണ്ട്, എല്ലാ സമൂഹവും. പക്ഷെ ഇസ്ലാമിന്റെ യുദ്ധം മാന്യമായിരുന്നു. നഷ്ടം വളരെ വളരെ കുറവായിരുന്നു. മിക്കപ്പോഴും പ്രതിരോധത്തിനായിരുന്നു. മിക്കപ്പോഴും ഞാൻ പറഞ്ഞ ബോധപൂർവമാണ്. ഇസ്ലാമിക സമൂഹത്തെ, ന്യൂനപക്ഷങ്ങളെയൊക്കെ കഠിനമായി അധ്വാനിച്ച റോമിലേക്കൊക്കെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഇസ്ലാം. അത് അവിടെയുള്ള പാവപ്പെട്ട ന്യൂനപക്ഷങ്ങളാകുന്ന മുസ്ലിങ്ങളെ ജീവിക്കാൻ അനുവദിക്കാതെ വിധം പീഡിപ്പിച്ചപ്പോഴാണ് ഇസ്ലാമിന്റെ പ്രബോധനവും പ്രചാരണവും നിർവഹിക്കപ്പെട്ടത്. ശാന്തമായ ദീനിന്റെ ആദർശങ്ങൾ സമൂഹത്തിലേക്ക് പ്രചരിപ്പിച്ച വലിയ ആത്മീയ തേജസ്വികൾ വഴിയായിരുന്നു. ഒമ്രത്ത് തങ്ങൾ ഉദാഹരണമാണ്, ഖാജ മുഈനുദ്ദീൻ ചിശ്തി തങ്ങൾ ഉദാഹരണമാണ്. എത്ര ആളുകളാണ് ഒരു സദസ്സിൽ വെച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്? ഇസ്ലാം എന്തോന്നാണ് എന്ന് വിചാരിച്ചു നിൽക്കുന്നവരുടെ മുമ്പിൽ മതത്തിന്റെ ശുദ്ധമായ വശം ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് പ്രീച്ചിങ് ഓഫ് ഇസ്ലാമിൽ തോമസ് ആൾനട്ട് അതാണ് വിശദീകരിക്കുന്നത്. മഹാനുഭാവന്റെ കുറെ ദഅവാ രീതികൾ ഇങ്ങനെയൊക്കെയാണ്. മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. കള്ളൻ തൊലിക്കാത്ത ഗോതമ്പ് ചാക്കിൽ കെട്ടി തന്റെ വീട്ടിൽ നിന്ന് പൊക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോ അത് പിടിച്ചുകൊടുക്കണ റിഫായി ഷെയ്ഖ് തങ്ങളെ. അത് പിടിച്ചുകൊടുക്കുകയാണ് തലയിലേക്ക്. തന്റെ വീട്ടിലേക്ക് രാത്രി വന്നപ്പോ കള്ളൻ അകത്ത് കയറിയിട്ട് ചാക്കിൽ ഗോതമ്പ് കൊണ്ടുപോവാണ്. പിന്നെയാണ് മഹാനുഭാവന് തോന്നിയത്, അയ്യ ഇതൊരു ബുദ്ധിമുട്ടാണല്ലോ ഈ ചങ്ങാതിക്ക്, ഇതവിടെ ഇടാൻ പറഞ്ഞു. ചാക്ക് കൊണ്ടുപോവാന്ന് പറഞ്ഞു, അതവിടെ കൊടയെന്ന് പറഞ്ഞു. ആ ചാക്കുമായി അകത്തേക്ക് കൊണ്ടുപോയിട്ട് പൊടിച്ചു വെച്ച മാവായിട്ട് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഗോതമ്പ് നിറച്ചു കൊടുത്തു, ഗോതമ്പ് പൊടി നിറച്ചു കൊടുത്തു. കാരണം ഈ സംഗതി കൊണ്ടുപോയിട്ട് അതിന്റെ ഉമി കളഞ്ഞ് കുത്തി പലജാതി പ്രക്രിയകൾ നടത്തിയിട്ട് വേണം ഭക്ഷ്യയോഗ്യമാവണമെങ്കിൽ. അതൊരു ബുദ്ധിമുട്ടല്ലേ മനുഷ്യന്? കള്ളനാണ്. അത് തലയിൽ കെട്ടിയിട്ട് മൂപ്പരാളുടെ തലയിലേക്ക് കൈ ഉയർത്തി പിടിച്ചു കൊടുത്ത് മഹാനുഭാവങ്ങൾ ആലോചിക്കുന്നു. ഈ നട്ടപ്പാതിരക്കെങ്ങാനും ഈ ചങ്ങാതി എന്റെ വീട്ടിൽ നിന്ന് ഭാണ്ഡവും ഏറ്റി പോകുന്നത് കണ്ടാൽ ആളുകൾ ചിലപ്പോൾ കൈകാര്യം ചെയ്തേക്കും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, വരുമെന്നും പറഞ്ഞു. കള്ളന് കാവൽ നിന്ന് മുന്നിൽ നടന്നു. നഗരാതിർത്തി കഴിയോളം കള്ളനെ അനുഗമിച്ചു. അവിടെ എത്തിയതിന്റെ ശേഷം ഇനി പോയിക്കോളൂ, പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ട് ഷെയ്ഖ് റിഫായി തങ്ങൾ വീട്ടിലേക്ക് മടങ്ങിപ്പോന്നു. പിറ്റേന്നാ കള്ളനും കുടുംബം വന്നു. ഷാത്തുൽ മിൽ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. കള്ളൻ പോയി ഭാര്യനോടും ഉമ്മനോടും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അവരവിടെ തന്നെ വല്ലാതെ വിഷമിച്ചിരുന്നിട്ടുണ്ടാവും.
സ്വന്തം വീട്ടിലേക്ക് അനധികൃതമായി കയറി വന്ന കള്ളനെ ഇത്രമേൽ സ്വീകരിക്കാനുള്ള വിശാലതയിലേക്ക് ശൈഖ് റിഫായി തങ്ങളെത്തി. നമ്മുടെ അനുഭവത്തിൽ കൊണ്ടൂർ ഉസ്താദാണ് അങ്ങനെയൊക്കെ നമ്മൾ കാണുന്നത്. മത്സ്യക്കാരൻ ഇങ്ങനെ ഇരുന്ന് വൈകിട്ട് കുറേ ആയിട്ടും പോകാതെ ആ ചൂട്ടിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ കുടഞ്ഞ് മണ്ണെണ്ണ എത്തിച്ച് ഇങ്ങനെ അയാളിങ്ങനെ വിഷമിച്ചിരിക്കുന്ന കാണുമ്പോൾ എന്താ ഈ വീട്ടിൽ പോകാത്ത ചോദിക്കും, എങ്ങനെ പോകുക, അതൊന്നും ചിലവായിട്ടില്ല, ഇതിനെത്ര വില എന്ന് ചോദിക്കും. അയാൾ പറഞ്ഞ വില എടുത്തിട്ട് അത് മൊത്തം വാങ്ങും. എന്നിട്ട് ഈ തേക്കിൻ്റെ ഇല എടുത്തിട്ട് അതിൽ പൊതിഞ്ഞിട്ട് പല വീടുകളിലേക്കും ഈ മത്സ്യം കൊണ്ടുപോയിട്ട് വിതരണം ചെയ്യും. ജനസേവനം മുഖമുദ്രയാക്കിയവരുടെ കുറേ മഹാനുഭാവന്മാർ ഈ വിഷയത്തിൽ നേതൃത്വം വഹിക്കുന്ന ആ ഒരാളായിട്ടാണ് നമുക്ക് മഹാനായ റിഫായി ഷെയ്ഖ് തങ്ങളെ കാണുന്നത്. അദ്ദേഹത്തെ പരീക്ഷിക്കാൻ വേണ്ടി ചെന്ന ഇതുപോലുള്ള കുറെ ആളുകൾ അങ്ങനെ തോറ്റു പിന്മാറി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു സാബി മതക്കാരൻ വരുന്നു മഹാനുഭാവന്റെ അടുത്തേക്ക്. അയാള് യാത്രാക്ഷീണം കൊണ്ട് അവിടെ തന്നെ വീണു പോകുന്നു. ഷെയ്ഖ് വന്നിട്ട് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നു. അല്ലാതെ യാത്ര കാരണം നീ വിഷമിച്ചല്ലേ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് ഈ ഗോതമ്പ് പൊടിയും വെള്ളമൊക്കെ കൊണ്ടുവന്ന് ഈ പത്തിരി ഉണ്ടാക്കാൻ, ചപ്പാത്തി ഉണ്ടാക്കാനുള്ള പ്രത്യേകമായ ആയുധങ്ങൾ, അതിനുള്ള മെഷീനൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് നിങ്ങളെന്ത് ഈ ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കുന്നൊക്കെ പറഞ്ഞ് ഷെയ്ഖ് റിഫായി തങ്ങൾ അദ്ദേഹത്തിന് സേവനം ചെയ്യുന്നു. ഈ മനുഷ്യന് സാധാരണഗതിയിൽ ചപ്പാത്തി തീരെ തിന്നാത്ത ആളാണ്. അദ്ദേഹം പോകാൻ വിചാരിച്ചു, എല്ലാം ഇറങ്ങി പോകാൻ വിചാരിച്ചു. അപ്പൊ അങ്ങനെ പിണങ്ങി പോകുന്ന സമയത്ത് റിഫായി ഷെയ്ഖ് തങ്ങൾ എന്താ കാട്ടിയത്, ഒരു കൂട്ടുകാരനെ വിട്ടു. അദ്ദേഹത്തിന് ഈ കപ്പല് കയറുന്ന സ്ഥലം വരെ ഒന്ന് എത്തിച്ചു കൊടുക്കണം. കപ്പല് വരുന്ന സ്ഥലം വരെ ഒന്ന് എത്തിച്ചു കൊടുക്കണം. കാരണം ഇയാൾ തിരിഞ്ഞളിക്കാൻ പാടില്ല, ബുദ്ധിമുട്ടാൻ പാടില്ല, വിഷമിക്കാൻ പാടില്ല. പരീക്ഷിക്കാൻ വന്നിട്ടൊന്നും നടക്കൂലെന്ന് കരുതി ഇട്ടെറിഞ്ഞ് പോണ ആളെ പോയി പണിയൊക്കെ വാതിലടക്കി എന്ന് പറഞ്ഞ് മാറിയുന്നില്ല. പിന്നെ അദ്ദേഹത്തെ അനുഗമിക്കാൻ ആളെ വിട്ടു. ഈ ചങ്ങാതി ഇദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത് അദ്ദേഹം മുസ്ലിമായി, അദ്ദേഹത്തിന്റെ കുടുംബം മുസ്ലിമായി, വേറെ കുറെ സംഘങ്ങൾ മുസ്ലിമായതിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇങ്ങനത്തെ കുറെ അനുഭവങ്ങൾ പണ്ടങ്ങാണ്ട് നമ്മൾ സൂചിപ്പിച്ചത് ഞാൻ ഓർക്കുന്നു. മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ ചെരുപ്പിനടിയിൽ ഇത്തിരി കുതിരച്ചാണകമായതുകൊണ്ട് ഒരു സമൂഹം ഒന്നിച്ച് ഇസ്ലാമിലേക്ക് വന്നത്. നോക്കുങ്ങൾ അവരുടെയൊക്കെ ഒരു ഈമാനിന്റെ വൈഭവം. മഹാനുഭാവന്റെ ചെരുപ്പിനടിയിൽ പച്ച ചാണകം പറ്റിപ്പിടിച്ചു. സ്വാഭാവികമായും അത് കുടഞ്ഞു കളയും. അദ്ദേഹം അങ്ങനെ തന്നെ ചെയ്തു. പക്ഷെ ഇത്തിരി അടുത്തുള്ള ഒരു മജൂസിയുടെ അഗ്നി ആരാധകന്റെ വീട്ടിന്റെ മതിലിൽ പറ്റിപ്പിടിച്ചു. അത് ചുരണ്ടിക്കളഞ്ഞു അദ്ദേഹം, മഹാനുഭാവൻ. അത് ചുരണ്ടിക്കളഞ്ഞു. കാരണം അങ്ങനെ അദ്ദേഹത്തിന്റെ മതില് മലിനമാക്കിയിട്ട് പോകാൻ പാടില്ല. പക്ഷെ ഒന്ന് സംഭവിച്ചു, ആ ചാണകം ചുരണ്ടിക്കളഞ്ഞപ്പോ കുറെ മണൽ കൂടെ വീടുപോയി. ഉടനെ തന്നെ തന്റെ ഒരു സഹായിയെ വിളിച്ചിട്ട് പറഞ്ഞയച്ചു, അദ്ദേഹത്തോട് ഒന്ന് വരാൻ പറയുന്നു. യാദൃച്ഛികമാവാം ഈ മനുഷ്യൻ മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങളിൽ നിന്ന് കുറെ പൈസ കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാതെ മുങ്ങി നടക്കുന്ന ആളായിരുന്നു. അബൂ ഹനീഫ ഇമാം പരിവാര സമരം വന്നിട്ട് അതൊക്കെ പിടിച്ചെടുത്ത് വാങ്ങാനാണ് വന്നത് എന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചു. ഭയന്ന് വളരെ വിഷമിച്ച അയാൾ അബൂ ഹനീഫ ഇമാമിനെ സമീപിച്ചു. അബൂ ഹനീഫ ഇമാം പറഞ്ഞു, അത് നമുക്ക് പിന്നെ കണക്ക് കൂട്ടാം. ഇപ്പൊ ഞാൻ വിളിച്ചത് നിന്റെ മതിലിൽ നിന്ന് ഇത്തിരി മണൽത്തരികൾ ഞാൻ ഈ ഒട്ടകച്ചാണകം ചുരണ്ടിക്കളഞ്ഞപ്പോ വീണുപോയിട്ടുണ്ട്, അതിന് എനിക്ക് പൊരുത്തപ്പെട്ടു തരണം എന്ന് പറയാനാണ്. ഈ ഒരു വിശാലതയിലേക്ക് എങ്ങനെയാണ് ഈ വലിയ വലിയ പണ്ഡിതന്മാരെത്തുന്നത്? ഇൽമിന്റെ പിന്തുണ കൊണ്ട്, ദീനിനോടുള്ള മഹബത്ത് കൊണ്ട്, മുത്തറസൂലിനെ അനുധാവനം ചെയ്യാനുള്ള അദമ്യമായ മോഹം കൊണ്ട്. എത്ര നമ്മൾ കാണുന്നുണ്ട് റസൂലുള്ളാഹി തങ്ങളിൽ ഇങ്ങനെയൊക്കെ. ജൂതൻ ശക്തമായി പിടിച്ചു വലിച്ചിട്ട് അവിടുത്തെ ഷോൾഡറിൽ ഈ കട്ടിയുള്ള കമ്പിളിപ്പൊതപ്പിന്റെ വര വീണിട്ട് മുറിവരുന്നുണ്ട്. അക്ഷോഭിനായ റസൂലുള്ളാഹി തങ്ങൾ ആ ജൂതനെ യാത്ര അയക്കുകയാണ്. അല്ലാതെ നാലാളെ വിളിച്ചിട്ട് രണ്ട് കൊടുക്കിടാന്ന് പറഞ്ഞു. ഇല്ലേ, എങ്ങനെയെങ്കിലും റസൂൽ തങ്ങളെ ഒന്ന് തോപ്പിക്കണം എന്ന് കരുതിയിട്ട് ഒരു ജൂതൻ രാപ്പാർക്കാൻ വരുന്നു. റസൂൽ എഴുന്നേൽക്കുന്നതിന്റെ മുമ്പേ അദ്ദേഹം റസൂൽ തങ്ങളുടെ വീട് വിസർജിച്ച് ആകെ തേച്ച് മലിനമാക്കി രക്ഷപ്പെടുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്. കുറെ കഴിഞ്ഞ് നബി എഴുന്നേറ്റ് വരുമ്പോണ്ടാകുന്ന ആ ഒരു പ്രത്യേകമായ മാനക്കേടും ആ ഒരു ജാളിയൊക്കെ കണ്ടെന്ന് ആസ്വദിക്കാൻ വേണ്ടി അയാൾ പാത്തും പതുങ്ങിയും മെല്ലെ വന്ന് അവിടെ ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുന്നു.
ആ സമയത്ത് ഇയാൾ കാണുന്നത് എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് ഇതൊക്കെ വെള്ളം ഉപയോഗിച്ച് കഴുകി തുടച്ച് വൃത്തിയാക്കുന്നതാണ്. ഒരു സഹായിയെ പോലും വിളിച്ചിട്ടില്ല, ഒരു സഹായിയെ പോലും വിളിച്ചിട്ടില്ല. ഇത് കാണുന്ന മനുഷ്യന് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ആള് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. നമ്മൾ നേരത്തെ ഓതിയിട്ടുണ്ട് സൂറത്തുൽ അറാഫിൽ നിന്ന്. അള്ളാഹുവിന്റെ മാർഗത്തിൽ സേവനം ചെയ്യുന്നവർക്ക് അള്ളാഹു വലിയ സൗകര്യങ്ങൾ ചെയ്യും. അള്ളാഹുവിലേക്ക് എത്താൻ, പടച്ച റബ്ബിനെ നേരാമണ്ണം മനസ്സിലാക്കാൻ, അങ്ങനെ റബ്ബിന്റെ ലിഖാഉം പ്രതീക്ഷിച്ചിട്ട് സ്വർഗത്തിലേക്ക് നീങ്ങാൻ. ഇത് നേടിയെടുത്തവരാണ് മഹാന്മാർ. അപ്പൊ തരീഖത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കുറെ ചാടിക്കളിക്കലാണോ? അല്ലേ അല്ല. ആരെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കലാണോ? നേരം വെളുക്കോളം കാപ്പിയും കുടിച്ചിട്ട് അല്ല. ശേഖന്മാരൊന്നും പറഞ്ഞിട്ട് ആക്ഷൻ നടത്തുന്ന കുറെ ആളുകളുടെ രീതിയാണ് പറഞ്ഞത്. നേരം വെളുക്കോളം ഫുദൂലാത്തും പറഞ്ഞങ്ങനെ ഇരിക്കുക. ശിഷ്യന്മാര് മുരീദുമാരെന്നുള്ള കുറെ ആൾക്കാരെ കൂട്ടി. പിന്നെ ആരാ? അധികാര വടംവലിയാണ് ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ. അതാണ് ചിലയിടങ്ങളിലൊക്കെ നമ്മൾ കണ്ടുവരുന്നത്. ആരാ മൂത്തത്, ആരാ ഖലീഫ എന്നുള്ളതിൽ തർക്കം. പിന്നെ ഖലീഫകളുടെ പേരിൽ 3-4 ഗ്രൂപ്പുകളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാദം പ്രതിവാദം, മറുപടി, ഖണ്ഡനം, മണ്ഡനം. ആത്മീയ സാധനയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവരിതൊക്കെ കാണിക്കുന്നത്. വേറെ കുറെ ആളുകൾ പരമാവധി പലയിടങ്ങളിലും പറ്റിച്ചേർന്ന് ദുന്യാവ് സ്വരൂപൂട്ടാനുള്ള കഠിനാധ്വാനങ്ങൾ. അതിന്റെ വഴിയിൽ അവർക്ക് അലിഫും ബാവും പഠിപ്പിച്ചവരെ പോലും തള്ളിക്കളഞ്ഞിട്ട് കുറ്റാരോപണം നടത്തിയിട്ട് ഞങ്ങൾ കൊള്ളാന്നുള്ള നെകളിപ്പിൽ അങ്ങനെ ജീവിക്കുക. ഞങ്ങൾ കൊള്ളാന്നുള്ള നെകളിപ്പിൽ ജീവിക്കുക. വേറെ കുറെ ശൈഖന്മാര് വരിക. എന്നിട്ട് അവര് സമൂഹത്തിൽ എങ്ങനെയെങ്കിലൊക്കെ ഇടിച്ചു കയറാൻ വേണ്ടി പണ്ടൊക്കെ അഭിനയിച്ച് സിനിമാ രംഗത്ത് തിളങ്ങി നിന്നിരുന്ന പലരെയും അവരൊക്കെ സ്വർഗത്തിലാണെന്ന് ഇവിടുന്ന് തന്നെ അങ്ങോട്ട് തീരുമാനിക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പ് പറഞ്ഞവരെ അല്ലാതെ ഒരാളെ കുറിച്ചും അവർ സ്വർഗത്തിലാന്ന് എങ്ങനെയാണ് നമ്മൾ ആരെങ്കിലും പറയാന്ന്? എങ്ങനെ പറയാം? അള്ളാഹുവിന്റെ റസൂൽ സ്വർഗത്തിലേക്കാണെന്ന് പറഞ്ഞ കുറെ ആളുകളുണ്ട്. അശറത്തുൽ മുബശ്ശിരീങ്ങൾ ഒരു ഹദീസിൽ എണ്ണി പറഞ്ഞതാണ്. സിദ്ദീഖുൽ ഫാറൂഖ് ഉസ്മാനുൻ അലി അർബഅത്തുൻ തർതീബു ഫളിഹിം ജലി വസിത്തത്തുൻ തമാമു അശരിൻ തൽഹ ബൈദനിൽ മിഫ്ലാലു ഹാദിൽ റിബ്ഹ സഅദുൻ സഈദുൻ വബ്നു ഔഫിൻ ആമിറു. അങ്ങനെ തുടങ്ങിയിട്ടുള്ള 10 പേർ. ഈ 10 പേർ സ്വർഗത്തിലാണെന്ന് മുത്തറസൂൽ ഒരു ഹദീസിൽ പറഞ്ഞത്. അതേ അശറത്തുൽ മുബശ്ശിരീങ്ങളുടെ പ്രത്യേകത. ഒരു ഹദീസിൽ റസൂലുള്ളാഹി തങ്ങൾ അവരെ കുറിച്ച് എണ്ണി പറഞ്ഞു എന്നുള്ളതാണ്. വേറെ കുറെ ആളുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വർഗത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു. ചില ആളുകളെ നോക്കിയിട്ട് മുത്തറസൂൽ പറഞ്ഞു സ്വർഗത്തിലേക്ക് നടക്കുന്ന ഒരാളെ കണ്ടോളൂ, ഇതേ ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞു. ഇത്തരം ആളുകൾ റസൂലുള്ളാഹി തങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞു ഇത്തരം ആളുകൾ സ്വർഗത്തിലാണ് എന്നല്ലാതെ ആരാധനാ രംഗത്ത് വലിയ വൈഭവം കാണിച്ചു, വൈജ്ഞാനിക രംഗത്ത് വലിയ പ്രസിദ്ധനായി തീർന്നു. അവരൊക്കെ ജീവിച്ച രീതി അനുസരിച്ച് സ്വർഗത്തിലേക്ക് എത്താനുള്ള മാർഗത്തിലാണ് അവർ. അതിനുള്ള അധ്വാനത്തിൽ അവർ പരമാവധി പൂർണ്ണത വരിച്ചിട്ടുണ്ട്. വൈജ്ഞാനിക സേവനം അവർ നന്നായിട്ട് നടത്തിയിട്ടുണ്ട്. ഒരു നിസ്കാരവും ഖളാക്കിയിട്ടില്ല. ഹദീസുകളും ഖുർആനും മൊത്തം പരിശോധിക്കുമ്പോൾ ഇതൊക്കെ സ്വർഗത്തിലേക്കുള്ള പാതയാണ്, അവരൊക്കെ സ്വർഗത്തിലെത്തുമായിരിക്കും എന്ന് നിഗമനം നടത്താനല്ലാതെ ഇന്നയാള് സ്വർഗത്തിലാണ്. മുൻകാലത്ത് നടന്ന ഒരു സിനിമാ നടനെ കുറിച്ച് ഇയാള് സ്വർഗത്തിലാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് ഇന്നയാള് സ്വർഗത്തിലാണ്. ചില ആളുകൾ സംബന്ധമായിട്ട് പുസ്തകം ഇറക്കുകയാണ്. ഇങ്ങനത്തെ സ്വർഗമൊന്നും താല്പര്യമില്ലാത്ത മതനിഷേധികളാകുന്ന മുൻകാലത്തെ ചില രാഷ്ട്രീയ നേതാക്കൾ സ്വർഗത്തിലാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി തെളിയിച്ച് സ്വന്തക്കാരനാകാൻ വേണ്ടി ചിലരൊക്കെ പുസ്തകം ഇറക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോ മതം നിഷിദ്ധമാക്കിയ വാദ്യോപകരണങ്ങളുടെ പേരെണ്ണി പറഞ്ഞു ഇതൊന്നും മറാമല്ല. ഞാനത് 15 മിനിറ്റ് ഇന്നയാളെ ഇരുത്തുനിന്ന് പഠിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. ഞാൻ പഠിക്കലാണ് അത് ഹലാലാവുന്നതിന് തെളിവായിട്ട് ഉന്നയിക്കുന്നത്. ഇത് ദീനാണ്. ഇത് ഏത് ദീനാണ്? എന്നിട്ട് ചില പ്രത്യേക വ്യക്തികളെ എണ്ണി പറയാം. മുൻകാല സിനിമാ നടന്മാർ അവരൊക്കെ സ്വർഗത്തിലാണ് ഉറപ്പിച്ചു പറയാം. ഷെയ്ഖ് റിഫായി തങ്ങളുടെ ത്വരീഖത്തുണ്ട് അല്ലേ? മഹാനുഭാവൻ സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടി തന്റെ അനുയായികളോട് അനുഷ്ഠിക്കാൻ പറഞ്ഞ ചില രീതികളാണത്. ദിക്റുകൾ അതിൽ വരും, സ്വലാത്ത് വരും, ഖുർആനോത്ത് വരും. ആ ത്വരീഖത്തുകളെ കുറിച്ച് പഠിച്ച പണ്ഡിതന്മാർ തന്നെയും ആ ത്വരീഖത്തിന്റെ പ്രത്യേകതകൾ എന്തുകൊണ്ടാണ്, എങ്ങനെയൊക്കെയാണ്?
മഹാനുഭാവന്റെ തരീഖത്തിന്റെ പ്രത്യേകതയായിട്ട് പല പണ്ഡിതന്മാരും പഠിപ്പിക്കുന്നത് വൈജ്ഞാനികമായി നന്നായിട്ട് ഉത്ബുദ്ധരാവുക എന്നുള്ളതാണ്. രണ്ടാമതായി ധാരാളമായി ഇബാദത്ത് ചെയ്യുക എന്നതാണ്. മൂന്നാമതായി ഇബാദത്തിന്റെ ഭാഗമായി ജനസേവനത്തെ കാണുക എന്നതാണ്. നാലാമതായി ഏറ്റവും വിനയത്തോടുകൂടെ ജീവിക്കുക എന്നതാണ്. അഞ്ചാമതായി ദുന്യാവിന്റെ ആഡംബരങ്ങളിൽ നിന്ന് വിരക്തരാവുക എന്നതാണ്. ആറാമതായി ദിക്റുകളും സ്വലാത്തുകളും ഖുർആനോത്തും വർദ്ധിപ്പിക്കുക എന്നതാണ്. കൊല്ലത്തിൽ ഒരു പ്രാവശ്യം എല്ലാ ഭൗതികമായ താല്പര്യങ്ങളെയും വെടിഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഇരുന്നിട്ട് തൗബ ചെയ്ത് ഖുർആൻ ഓതി നിസ്കരിച്ച് ഒരു റീഫ്രഷ് ആവൽ പരിപാടിയാണ്. ഇതൊക്കെ റിഫായ് ഷെയ്ഖിന്റെ തരീഖത്തിലെ കാര്യങ്ങൾ അറബി ഒഴിവാക്കി ഞാനിങ്ങനെ വായിക്കുകയാണ്. നമുക്ക് സമയം കുറച്ചേ ഉള്ളൂ. ഇതിലെവിടെങ്കിലും നമ്മൾ കാണുന്നുണ്ടോ ഹാർമോണിയം വായിക്കുക എന്നുള്ളത്? ഇവിടെ എവിടെയെങ്കിലും നമ്മൾ കാണുന്നുണ്ടോ പവാട പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുക എന്നുള്ളത്? കാണുന്നുണ്ടോ? അപ്പൊ ആധുനിക കൾട്ടുകളും യഥാർത്ഥ തരീഖത്തും എവിടെയാണ് വേർതിരിയുന്നത് എന്ന് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ചിലപ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നും. അവിടെ എത്തിയിട്ട് നമ്മൾ ഏതെങ്കിലുമൊക്കെ അവരുടെ റാത്തീബിലൊക്കെ പങ്കെടുത്താൽ കുറെ ഗോഷ്ഠികളും കുറെ ഈ പരിസരം അവിധത്തിലേക്ക് സംവിധാനിച്ച് ഈ കരിസ്മാറ്റിക് ധാനങ്ങളിലൊക്കെ ഉള്ളതുപോലെ ആ പരിസരമൊക്കെ അതുപോലെ സംവിധാനിച്ചൊക്കെ വെച്ചത് കൊണ്ട് നമുക്ക് റാഹത്തൊക്കെ തോന്നും. ഇപ്പോഴാ ഞാൻ എത്തിച്ചേർന്നത് എന്ന് ശരീഅത്തിന്റെ മാനദണ്ഡം പരിഗണിക്കാതെ ഒരാളും തീരുമാനിക്കാൻ പാടില്ല. ശരീഅത്തിനോട് വിരുദ്ധമായി എന്തൊക്കെ അവിടെ നടക്കുന്നുണ്ട് എന്ന് ആലോചിക്കണം. എല്ലാം ശരീഅത്തിനോട് ബന്ധപ്പെട്ടതാണോ എങ്കിലേ അത് മതപരമാവുള്ളൂ നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ ഞാൻ പറഞ്ഞ അതിക്കയുടെ പ്രത്യേകത എന്താ? അത് ഇടക്കിടക്ക് ഉദ്ധരിക്കേണ്ടി വരുന്ന എന്താണ്? ഔലിയാക്കളുടെ കൈപ്പുസ്തകമാണത്. ആരെങ്കിലും ഔലിയാക്കളുടെ മാർഗത്തിൽ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവർ ഈ ഒരു വസീയത്തുകളെ പഠിച്ചനുഷ്ഠിക്കണമെന്നാണ് അതിന്റെ ആമുഖത്തിൽ പറയുന്നത്. അതുകൊണ്ട് അതിക്ക് ഉദ്ധരിക്കേണ്ടി വരുന്നത് അല്ലാഹുവിലേക്ക് എത്താനുള്ള ആത്മീയമായ പാത, നമ്മുടെ ഇബാദത്തുകളിൽ പൂർണ്ണതയിലേക്ക് എത്താനുള്ള ശ്രമം, നന്നായിട്ട് ഇഖ്ലാസിൽ നിസ്കാരത്തിൽ നമ്മൾ ഇഖ്ലാസ് പ്രാപിക്കാനുള്ള അധ്വാനം. സാധാരണഗതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഇബാദത്തിന് പകരം പൂർണ്ണമായ ഇബാദത്ത്. മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, പൂർണ്ണമായ എല്ലാ ദിക്റും ചൊല്ലിയിട്ട്, ബിസ്മി ഒരു വട്ടമല്ല 3 വട്ടം ചൊല്ലിയിട്ട്, അഴുത് ഒരു വട്ടമല്ല 3 വട്ടം ചൊല്ലിയിട്ട്, ഓരോ അവയവത്തിന്റെയും സമയത്ത് ദിക്റുകൾ ചൊല്ലി ഒതു കഴിയുമ്പോഴേക്കേ മനസ്സൊന്നും ഇങ്ങോട്ട് കുളിർമയാകും. അത് കഴിഞ്ഞിട്ട് ഒതുവിന്റെ ശേഷമുള്ള സമ്പൂർണമായ ദുആ, അതിന്റെ ശേഷം നിർദ്ദേശിക്കപ്പെട്ട സൂറത്ത്, വിനയത്തോടുകൂടെ അങ്ങനെ പള്ളിയിലേക്ക് എത്തൽ, പിന്നെ സുന്നത്ത് നിസ്കാരം. എന്തിനാ മുന്നേയും ബാക്കിലൊക്കെ സുന്നത്ത് നിസ്കാരം? പണ്ഡിതന്മാർ അതിന്റെ ചില ആത്മീയ വശങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ഭൗതികമായി പല പരിപാടിയും ചെയ്യായിരിക്കും, അതിനിടയ്ക്ക് വാങ്ങിക്കൊടുക്കുക. നമ്മൾ ജോലി ചെയ്യുന്നുണ്ടാകും, കുടുംബത്തോടൊപ്പം സമയം കളയുന്നുണ്ടാകും, നമ്മൾ വായിക്കുന്നുണ്ടാകും, മറ്റു പല സംഗതികളും ഉണ്ടാകും. അങ്ങനെ ഭൗതികമായുള്ള ജീവിതവുമായി ഇണങ്ങിച്ചേർന്ന് നിൽക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഫർദിലേക്ക് നേരിട്ടങ്ങോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ഈ ഭൗതികമായ ജീവിതത്തിന്റെ അതുവരെ നമ്മൾ നിലകൊണ്ട ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു ആത്മീകമായ ഒരു മനസ്സറിഞ്ഞുള്ള നിസ്കാരത്തിലേക്ക് ഇങ്ങോട്ട് കയറി കിട്ടുമ്പോഴേക്ക് ചിലപ്പോൾ 2 റക്അത്ത് കഴിഞ്ഞു പോകും. അങ്ങനെ ആകാൻ പാടില്ല. അതിന്റെ ഇടയിൽ ഒരു ഡിവൈഡർ വേണം. അതാണ് സുന്നത്തായ നിസ്കാരം. സുന്നത്തായ നിസ്കാരത്തിൽ നമ്മൾ ഭക്തിയോടുകൂടെ നിൽക്കുന്നു, നമ്മൾ ഫാത്തിഹ ഓതുന്നു, സൂറത്ത് ഓതുന്നു, ദിക്റുകൾ ചെല്ലുന്നു, അല്ലാഹു അക്ബറിന്റെ അർത്ഥം മനസ്സിലാക്കുന്നു. ഞാൻ നിസ്സാരനാണ്, നിന്ദനാണെന്ന ബോധത്തോടുകൂടെ പടച്ച റബ്ബിന്റെ ഭൂമിയിൽ നമ്മൾ ഏറ്റവും മാനിക്കുന്ന മുഖം കൊണ്ടുപോയി സമർപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെ ആവുമ്പോഴേക്ക് നമ്മൾ റൂട്ട് കയറും. അതുവരെ ചെയ്ത ദുന്യാവിന്റെ പണികളിൽ നിന്ന് മാറിയിട്ട് ആത്മീകമായ സാധനയിലേക്ക് എത്തും. ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് നിസ്കാരത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സുന്നത്തൊക്കെ നിസ്കരിച്ച് ഇത്തിരി ആത്മാവൊക്കെ ചൂടായി ഫർദിനെ പ്രതീക്ഷിച്ചിട്ടുള്ള ആ നൃത്തവും നിസ്കാരത്തിലാണെന്ന് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ബാങ്കും ഇഖാമത്തും പൂർണ്ണമായിട്ട് കൊടുക്കണം. ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ശേഷമുള്ള ദുആ എല്ലാവർക്കും സുന്നത്താണ്. സമയം കഴിഞ്ഞു തരുന്നിട്ട് വേഗം ബാങ്ക് കഴിഞ്ഞോടുകൂടെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ ഇഖാമത്ത് അങ്ങനെയല്ല. അതിനിടയിൽ സുന്നത്തായ ഒരു പ്രാർത്ഥനയുണ്ട്. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദറജ കൂടാനുള്ള പ്രാർത്ഥന, അവിടുത്തെ കാരുണ്യം കിട്ടാൻ ഹേതുകമാകുന്ന വളരെ ഹ്രസ്വവും എന്നാൽ സാരസമ്പൂർണവുമായ ഒരു ദുആ. അതൊക്കെ നിർവഹിച്ചിട്ട് ഇങ്ങനെ നമ്മൾ നിസ്കാരത്തിലേക്ക് നിൽക്കുകയാണ്. വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് ചിലപ്പോൾ നമ്മുടെ അവസാനത്തെ നിസ്പ്രായിരിക്കുന്നു. വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് ചിലപ്പോൾ നമ്മുടെ അവസാനത്തെ നിസ്പ്രായിരിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. ഒന്ന് ഉറക്കം വരൂലേ? ആരെങ്കിലും ഉറങ്ങുന്നുണ്ടെന്നല്ലട്ടെ ഞാൻ പറയണത്. നമ്മൾ ലോഹ് നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഒരു പക്ഷേ എനിക്ക് നാളത്തെ ലോഹ് നിസ്കരിക്കാൻ സാധ്യമായി കൊള്ളണമെന്നില്ല എന്ന് വെറുതെ ഒന്ന് ആലോചിച്ചു. ഇഖ്ലാസ് കൂടേണ്ടതാണ്, കൂടും. ഇതിന്റെ അവസാനത്തെ ളുഹ്റാണെന്നുള്ള ബോധത്തിൽ നമ്മൾ പടച്ച റബ്ബിനെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നിസ്കരിക്കാൻ നിൽക്കുകയാണ്. ഇങ്ങനെ നിസ്കരിച്ച് 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 റബ്ബിലേക്ക് അവരെടുക്കും, സുന്നത്ത് വർദ്ധിപ്പിക്കും. അതിൽ നിന്ന് തന്നെ ഞാൻ ഉദ്ധരിക്കാം. സുന്നത്ത് വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് എന്റെ അടിയാറുകൾ എന്നിലേക്ക് അടുത്തടുത്തടുത്തടുത്ത് വരും. പിന്നെ അവർ ചോദിക്കുന്നതിന് ഉത്തരം കിട്ടും. അവിടെ ഹൃദയം ഒരു ദർപ്പണം പോലെ തളർന്നു. അത് ലൗഹുൽ മഹ്ഫൂദിലേക്ക് തിരിച്ചു വെച്ചാൽ അവിടെയുള്ള വിജ്ഞാനങ്ങൾ ഇങ്ങനെ കിട്ടും. അങ്ങനെ ചിലപ്പോഴൊക്കെ അവർ ഭാവി പറയും. കൂട്ടുകാര് പോയിട്ട് കാണാനില്ല, എവിടെയാണെന്നറിയില്ല, കടൽ പോയിട്ടുണ്ട് എന്നും പറഞ്ഞ് ഉംറൻ തങ്ങളെ സമീപിക്കുമ്പോ ഇന്ന തെങ്ങിന്റെ അവിടെ കയറിയിട്ട് ചൂട്ട് കത്തിച്ച് കാണിച്ചു കൊടുക്കുമെന്ന് പറയും. അപ്പോ ദിശ തെറ്റിയിട്ട് കടലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്ന ആളുകൾ ദൂരന്ന് മിന്നി മിന്നി കത്തുന്ന തങ്ങള് ചൂട്ട് മിന്നി കാണിച്ചു കൊടുക്കാൻ പറ്റുന്നതിനെ കുറിച്ച് കാണും, അറിയും. അവർക്ക് ദിശ മനസ്സിലാവും, അവരിങ്ങനെ എത്തും. ഇതെങ്ങനെ സംഭവിക്കണത്? ഇമാമ് നിസ്കാരത്തിൽ പശുക്കച്ചവടം നടത്തുകയാണെന്ന് ബോധ്യപ്പെടും. ഇപ്പുറത്ത് മഅ്മൂമ് നിൽക്കുമ്പോ 19കാരൻ തങ്ങൾ ഇറങ്ങിപ്പോരുന്നുണ്ട് ജുമായിൽ. വലിയ ഷെയ്ഖും വലിയ ആത്മീയ നേതാവൊക്കെ ആയിട്ടുള്ള ഇമാമിനെ തുടരാൻ പറ്റൂല എന്നും പറഞ്ഞിട്ട് ജനങ്ങൾ ശോഭിച്ചത് സ്വാഭാവികം. ആ കുട്ടിയെ പിടിച്ചു, എന്താ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചോദ്യം ചെയ്തു. ആ സമയത്ത് ഇമാം ഇറങ്ങി വന്നു, ആ കുട്ടിയെ വെറുതെ വിടൂ എന്നും പറഞ്ഞിട്ട്. എന്റെ ഭാര്യക്ക് കലശലായ രോഗമുണ്ട്, വൈദ്യരൊക്കെ പറഞ്ഞത് പശുവിന്റെ പാൽ കൊടുക്കണം എന്നാണ്. പശുപ്പാൽ കിട്ടാൻ ഒരു മാർഗമില്ല, എന്നാലും പശുവിനെ മേടിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഭാര്യയുടെ രോഗം സുഖപ്പെടൽ പ്രധാനമാണ്. അങ്ങനെ പശു കച്ചവടക്കാരനെ ഞാൻ പലപ്പോഴും നോക്കും, ആളെ കാണില്ല. ഇന്ന് ഖുത്ബ ഓതിയപ്പോൾ മൂപ്പരെ ഞാൻ കണ്ടു, പള്ളിയുടെ ഒരു മൂലക്ക് ഇരിക്കണം. നിസ്കാരം കഴിഞ്ഞ് ദുആക്കെ കഴിഞ്ഞാകുമ്പോഴേക്കും മൂപ്പര് പോകുമെന്ന് ഞാൻ നിസ്കാരത്തിൽ ആലോചിച്ചു. അതുകൊണ്ട് ആ കുട്ടിനെ വെറുതെ വിട്ട് ഇന്ന് പറയാൻ കഴിയും. ഒരു സമൂഹം മൊത്തം സാക്ഷി നിന്ന കഥയാണല്ലോ. ഒരു സമൂഹം മൊത്തം ജുമാ കഴിഞ്ഞിറങ്ങിയ എല്ലാവരും. ഇതെങ്ങനെ സാധിക്കുന്നു? മുഹമ്മദ് ഗസാലി തങ്ങൾ ഇഹ്യാ ഉലൂമുദ്ദീനിൽ അജായിബുൽ ഖുലൂബ് എന്ന് പറയുന്ന 3-ാം ഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ ഭാഗത്ത് ഹൃദയത്തെ വിശുദ്ധമാക്കിയാൽ അവിധം ഉഷാറിലേക്ക് എത്താൻ പറ്റുമെന്ന് തെളിയിക്കുന്നുണ്ട്. മഹാനുഭാവൻ റോമക്കാരുടെയും ചൈനക്കാരുടെയും കഥ പറയുന്നു. ഒരു രാജാവ് അദ്ദേഹത്തിന്റെ ദർബാർ ഹാൾ ചിത്രം വരച്ച് മനോഹരമാക്കാൻ 2 ടീമിനെയും വിളിച്ചു. നടുവിലൂടെ കർട്ടൻ കെട്ടി, അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റാത്ത വിധം. റോമക്കാര് ചിത്രം വരക്കുന്നതും പിന്നീട് വൈകിട്ട് ഒന്ന് ബ്രഷ് കഴിക്കണതും ഒക്കെ പലരും കാണുന്നു, എല്ലാവരും കാണുന്നു. ചൈനക്കാരെ ഭാഗത്ത് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. വെറുതെ ഒച്ച കേൾക്കാം, വെട്ടണയും കുത്തണേക്കും ഒച്ച കേൾക്കാം. അങ്ങനെ പറഞ്ഞ ദിവസമായി രാജാവ് ആരുടെ പെയിന്റിംഗ് ആണ് ഏറ്റവും നല്ലത് നോക്കാൻ മന്ത്രിയും സൈന്യാധിപനും ഒക്കെ സമേതം വന്നു. കർട്ടൻ നീക്കിയപ്പോ റോമക്കാര് വരച്ച ചിത്രം അതിലേറെ മനോഹരമായി ചൈനക്കാരുടെ അവിടെ അങ്ങനെ കാണുന്നു. എന്തേ സംഭവം? ചൈനക്കാര് കല്ലിന്റെ ചുമര് ഒരതി 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 മിററാക്കി വെച്ചു, കണ്ണാടി പോലെയാക്കി വെച്ചു. അപ്പൊ ഇവര് വരച്ച ചിത്രം അതിലേറെ ക്ലാരിറ്റിയോടുകൂടെ അവിടെ കാണും. അങ്ങനെയാണ് കണ്ണാടിയുടെ സ്വഭാവം. അതുകൊണ്ടാണ് നമ്മുടെ കാറിന്റെ മിററിൽ എഴുതി വെച്ചിട്ടുള്ളത് 100% വസ്തുതാപരമല്ല, ഇനി 4 അടി ഉണ്ടെന്ന് കരുതി എടുക്കരുത്, ചിലപ്പോൾ കാറിന്റെ ബാക്ക് പോയി പോകുന്നു. കണ്ണാടിയിൽ കൂടുതൽ തെളിച്ചത്തോടുകൂടെ കാണും. ഔലിയാക്കൾ നിത്യമായി സാധന ചെയ്തു, ദിക്ർ ചെയ്തു, തൗബ ചെയ്തു, നിസ്കരിച്ചു 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 റബ്ബിലേക്ക് അടുത്തു.
അത്താക്കൂനയദൻ, അവന്റെ കയ്യിന് പ്രത്യേക സിദ്ധി വരും, കണ്ണിന് പ്രത്യേക സിദ്ധി വരും, അവരുടെ ഖൽബിന് പ്രത്യേകമായ സിദ്ധിവിശേഷങ്ങൾ ഉണ്ടാകും. ഇമാം ഗസാലി തങ്ങൾ ഈ ചരിത്രം പറഞ്ഞിട്ടാണ്, ഈ കഥ പറഞ്ഞിട്ടാണ് ഈ വിഷയം തെളിയിക്കുന്നത്. ഉദാഹരണം പറഞ്ഞതാണ്. ആയത്തും ഹദീസിന്റെയും പ്രമാണങ്ങളുടെ പിന്തുണ വേറെയുണ്ട്. ഈ അവസ്ഥയിലേക്ക് എത്താൻ 100% ശരീഅത്ത് പിന്തുടരുക എന്നുള്ളതാണ് പ്രധാനം. മനസ്സിൽ എപ്പോഴും ദിക്ർ വരണം. ഒരു സഹാബി വരും ചോദിക്കുന്നുണ്ട് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, സ്വർഗം അവകാശമാക്കാൻ ഞാൻ എന്ത് വേണം? മാസാല ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹി, നിന്റെ നാവ് അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് ഹരിതാഭമാവട്ടെ എന്നാണ് റസൂലുള്ളാഹി ഉത്തരം പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. വെറുതെ നിൽക്കുമ്പോന്നല്ല, സമയം ഉണ്ടാക്കിയിട്ട് ദിക്ർ ചെല്ലുക, സംസാരം കൂട്ടല്ല, കുറക്കുക. പറയുന്ന സമയത്ത് ഇത് ഉപകാരപ്രദമാണോ എന്ന് ആലോചിക്കുക. 100% ഉപകാരപ്രദമാണെന്ന് ബോധ്യപ്പെട്ടാൽ ആവശ്യമായത് മാത്രം പറയാം. ഉപകാരപ്രദമല്ല എന്ന് ബോധ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ ഉപകാരമാണോ ഉപകാരമല്ലേ എന്ന് നമുക്ക് കൺഫ്യൂഷൻ വന്നാൽ മിണ്ടാണ്ടിരിക്കുക. ഇമാമുന നവവി റളിയല്ലാഹു അൻഹു ശറഹ് മുസ്ലിമിൽ ഇമാമുന ഷാഫിയെ ഉദ്ധരിച്ചു പറയുന്നതാണ് ഈ സംഭവം. ഞാൻ വളരെ ചുരുക്കി പറഞ്ഞതാണ്. ഇസ്ലാമിൽ മർഉ തർക്കുഹു മാ ലാ യഅനി, അടിയന്തര പ്രാധാന്യമല്ലാത്ത എല്ലാ വിഷയത്തിൽ നിന്നും മാറി നിൽക്കലാണ് വിശ്വാസിയുടെ ദീനിന്റെ, മതത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്ന ഹദീസ്. പരിശുദ്ധ ഇസ്ലാമിന്റെ തിയോളജി 3 ഹദീസിൽ സംക്ഷിപ്തമായിരിക്കുന്നു എന്ന് ഇമാം നവവി പറയുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഈ ഹദീസ്. വിശ്വാസിയുടെ ജീവിതത്തിൽ അടിയന്തര പ്രാധാന്യമുള്ളതിൽ ഇടപെടാൻ പാടുള്ളൂ. അങ്ങനെ പോകുമ്പോൾ അവിടെ എന്തോ ഒരു സാധനം കാണുന്നു, അവിടെ കുറേ നോക്കി നിൽക്കുന്നു, പിന്നെ വേറെന്തോന്ന് കാണുന്നു, അവിടെ നോക്കി നിൽക്കുന്നു, മൊബൈലിൽ എന്തോ ഒരു വീഡിയോ വന്ന് നിൽക്കുന്നു, അതങ്ങനെ കണ്ടു നിൽക്കുന്നു. അടിയന്തര പ്രാധാന്യമില്ലാത്തതിൽ നിന്ന് മൊത്തം മാറണം. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി, അടിയന്തര പ്രാധാന്യമുള്ളതിൽ നിന്ന് മാത്രം ഇടപെട്ട് എല്ലാത്തതിൽ നിന്ന് മാറി നിൽക്കലാണ് വിശ്വാസിയുടെ മതത്തിന്റെ സൗന്ദര്യം. 12 മണിക്ക് കോഴിക്കോട് ഒരു ഇന്റർവ്യൂ ഉണ്ട്, വളരെ പ്രധാനപ്പെട്ടതാണ്. അത് അറ്റൻഡ് ചെയ്തെങ്കിലേ നമ്മൾ ഉദ്ദേശിക്കുന്ന എന്തൊക്കെയോ ഗുണങ്ങളും മഹത്വങ്ങളും ജോലിയും നമുക്ക് ലഭിക്കുള്ളൂ. നമ്മൾ ഇവിടുന്ന് 11:45 ഇറങ്ങുമോ ഇല്ലേ? അവിടെ എത്തും വിധം നമ്മൾ ഇറങ്ങും. കാരണം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ പോകുന്ന വഴിക്ക് എന്തോന്ന് കണ്ടു, മലപ്പുറത്തുണ്ട് എന്തൊക്കെ ആൾ കൂടി നിൽക്കണം, അവിടെ ഒക്കെ ഒന്ന് ഇറങ്ങി കുറേ നേരം നിൽക്കുക. കുറേയുടെ കഴിഞ്ഞ് പോയപ്പോണ്ട് അവിടെ എന്തോ ഒരു ആക്സിഡന്റ്, ആ പൂക്കോട്ടൂർ ഭാഗത്ത്. നമ്മളവിടെ ബൈക്ക് നിർത്തിയിട്ട് അങ്ങനെ കുറേയൊക്കെ നിന്ന് വിവരമൊക്കെ അറിഞ്ഞ് എന്നിട്ട് പോലെ എന്തേ കാണിച്ചു എന്നൊക്കെ അന്വേഷിച്ച് നല്ലൊരു പോലീസ് ഓഫീസറുടെ ഒരു പ്രാവീണ്യത്തോടു കൂടെ അതിന്റെ സംഗതികളൊക്കെ വിലയിരുത്താൻ നിൽക്കുക. അങ്ങനെ രാമനാട്ടിലെത്തിയപ്പോണ്ട് അവിടെ എന്തോഞ്ഞാല് ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഇത് ഇറക്കടില്ലല്ലോ എന്ന് കരുതി അവിടെ അങ്ങനെ തിരിഞ്ഞു കളിക്കുമോ. എല്ലാം കഴിഞ്ഞ് നമ്മൾ കോഴിക്കോട് എത്തിയപ്പോൾ 3:30 12 മണിക്കായിരുന്നു ഇന്റർവ്യൂ. ഇങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? ചെയ്യൂല എന്നാണ് നമ്മുടെ മനസ്സ് പറയുന്നതെങ്കിൽ ഞാനും നിങ്ങളും ഒന്ന് ആലോചിക്കണം. നമ്മളൊരു യാത്രയിലാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഇന്റർവ്യൂവിന് പോവുകയാണ്. മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക വമാ ഖിബ്ലതുക വമാ ഇമാമുക വമാ ഇഖ്വാനുക വഅഖവാതുക. ഒരു ഇന്റർവ്യൂവിന് പോവാണ് നമ്മൾ. ആ ഇന്റർവ്യൂവിന് എത്തുന്നതിന് മുമ്പ് ഇപ്പൊ തിരിഞ്ഞു കളിച്ച് നിൽക്കുകയാണ്. ഇതേ വാട്സാപ്പിൽ ഒരു നല്ല വീഡിയോ വന്നിരിക്കുന്നത്, തിരിഞ്ഞളിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അപ്പുറത്തത് പാമ്പിനെ പിടിക്കണത് വന്നിരിക്കണത്, പിന്നെ തിരിഞ്ഞളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റയിൽ അത് കുറേ മെസ്സേജ് വന്നിരിക്കണ്, മൊത്തം വായിക്കണം, എല്ലാത്തിനും മറുപടി പറയണം. തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതൊരു കൂട്ടുകാരൻ വന്ന് ബഗ്ഡ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, സപ്പോർട്ട് ചെയ്ത് നമ്മളും ചിരിച്ചു കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്റർവ്യൂവിന്റെ സമയം പോണുണ്ടേ. വലിയ സന്തോഷമുള്ളത്, സാധാരണ ഭൗതിക ലോകത്തെ ഇന്റർവ്യൂവിൽ എന്താ ചോദ്യം നമുക്കറിയില്ല. SSLC കുട്ടികളൊക്കെ പഠിക്കലും തുടങ്ങി. ഞാൻ മിനിഞ്ഞാന്ന് വന്നിരുന്നു. നമ്മുടെ SSLC കുട്ടികളൊക്കെ ഈ ദർസിൽ 9:45 അവർ ഇരുന്ന് വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 11 മണി വരെയൊക്കെ തുടർന്നിട്ടുണ്ടാവും. ഞാനും വന്ന ടൈം പറഞ്ഞു, എന്തേ തയ്യാറെടുപ്പ് നടത്തുക. എന്നാലും സങ്കീർണാണ്, ഏതാ ചോദ്യം വരിക എന്നറിയില്ല. ഈ ഇന്റർവ്യൂവിൽ ഒരു ഗുണമുണ്ട്, നമുക്കറിയാം എന്താണ് ചോദ്യം എന്ന്, നമുക്കറിയാം എന്താണ് ഉത്തരം പറയേണ്ടത്, എങ്ങനെയാണ് അവിടെ ജയിക്കുക എന്നുള്ളത് കൃത്യമായി നമുക്ക് ബോധമുണ്ട്. അത് പറയാനും പഠിപ്പിക്കാനുമാണ് 1,00,000 ചില്ലാനം പ്രവാചകന്മാർ വന്നത്.
സൂറത്ത് നിസായിലെ ആയത്ത് നമ്മൾ മറക്കരുത്. നബിമാര് വന്ന് ഇന്റർവ്യൂവിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് ഉത്തരം പറഞ്ഞു തന്ന് വിജയിക്കാനുള്ള മാർഗങ്ങളും പരിശീലന രീതികളും പഠിപ്പിച്ചിട്ട് നാളെ റബ്ബിന്റെ മുന്നിൽ പോയിട്ട് ഇതൊന്നും എനിക്ക് മനസ്സിലായില്ലായിരുന്നു, ഞാൻ അറിഞ്ഞില്ലായിരുന്നു, അതുകൊണ്ട് സംഭവിച്ചു പോയതാണെന്ന് പറയാൻ ഒരാൾക്കും അവകാശമില്ലാതിരിക്കാൻ വേണ്ടി നിരന്തരമായി നബിമാര് വന്നു. അള്ളാഹുവിനെതിരെ പ്രതികരിക്കാൻ ഞങ്ങൾക്ക് അതിനെപ്പറ്റി തെളിവ് കിട്ടിയില്ല എന്ന് പറയാൻ ഒരാൾക്കും അവകാശമില്ലാതെ വരും. ഒരു പ്രവാചകന്മാരെയും പ്രവാചകന്മാരുടെ മെസ്സേജും ലഭിക്കാത്തൊരു സമൂഹത്തെയും റബ്ബ് ശിക്ഷിക്കുകയില്ല. എല്ലാ സമൂഹത്തിലേക്കും പ്രവാചകന്മാരെ പറഞ്ഞു വെച്ചുവെന്ന് 35-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാം. അങ്ങനെ അല്ലാതെ ആരെയും ശിക്ഷിക്കില്ലെന്ന് 17-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. വിശുദ്ധരായ റസൂലിന്റെ അതിവിശുദ്ധരായ അനുയായികളിലൂടെ ദീനെത്തിച്ചേർന്ന നമ്മൾ വലിയ മഹാന്മാരാണെന്ന് മനസ്സിലാക്കണം. ഈ മഹത്വത്തിലേക്ക് പോകാൻ ഷെയ്ഖ് റിഫായി തങ്ങളെപ്പോലെ വിനയത്തിന്റെ മാർഗം സ്വീകരിക്കണമെന്ന് നമ്മൾ തീർച്ചപ്പെടുത്തണം. ജനസേവനം, സാന്ത്വന പ്രവർത്തനങ്ങൾ, സംഘടനാ പ്രവർത്തനങ്ങൾ, ആളുകൾക്ക് വേണ്ടി ആശ്വാസത്തിന്റെ വിവിധങ്ങളായ സംഗതികൾ. ഒന്ന്, ഒരു അന്ധനെ കൈപിടിച്ച് റോഡ് മുറിച്ച് കടത്തൽ, ഒരു പാവപ്പെട്ട അർമില അല്ലെ, ഈ വിധവയ്ക്ക് എന്താണ് അവരുടെ വീടിന്റെ അവസ്ഥ എന്നൊന്ന് പരിശോധിക്കൽ, പാവപ്പെട്ട എത്തിൻകുട്ടികൾ എങ്ങനെ ജീവിക്കണത് എന്ന് മനസ്സിലാക്കൽ, നമ്മളെ കൊണ്ടാകും വിധം വ്യക്തിപരമായും സംഘടിതമായും അവരെ സഹായിക്കൽ. ഇതൊക്കെയാണ് ഷെയ്ഖ് റിഫായി തങ്ങൾ വിജയത്തിന്റെ മാർഗമായി നമ്മളെ പഠിപ്പിക്കുന്നത്. മഹാനുഭാവൻ തന്റെ 66-ാമത്തെ വയസ്സിൽ ജമാദുൽ ഊല 12-ന് ഹിജറ 578-ാം വർഷത്തിൽ വയറ് സംബന്ധമായ ഉദര സംബന്ധമായ രോഗം പിടിച്ച് രക്തസാക്ഷിയുടെ പ്രതിഫലത്തോടുകൂടെ ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നു. അല്ലാഹു മഹാനുഭാവന്റെ ബർക്കത്ത് കൊണ്ട് മറ്റ് എല്ലാ മഹത്തുക്കളുടെയും ബർക്കത്ത് കൊണ്ട് നമ്മയും നമ്മുടെ സമൂഹത്തെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. പരിശുദ്ധ ദീനിൽ ഉറച്ചു നിൽക്കാനും കൃത്യമായ രീതിയിൽ ദീൻ ഉൾക്കൊള്ളാനും ആത്മീയമായ രീതിയിലും അല്ലാതെയും നമ്മളെ പറ്റിക്കാൻ ശ്രമിക്കുന്ന എല്ലാവിധ ബുദ്ധിമുട്ട് പ്രയാസങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.